സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമരകേന്ദ്രത്തിൽ. എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണെങ്കിൽ ഇനി ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്നു. ഇപ്പൊ കൊട കൊടുക്കുക കേന്ദ്രമന്ത്രി. കൊട കൊടുക്കുന്നതിന് പകരം ഈ ഓണറിയത്തിന്റെ കാര്യത്തിൽ പാർലമെന്റിൽ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കൊടുക്കണ്ടേ? ആ ഓഫറുമായിട്ട് വേണ്ടേ ആ സമരപന്തലിൽ വരാൻ? അങ്ങനെയല്ലേ BJPയും കോൺഗ്രസും ചെയ്യേണ്ടത്? ഇതും ഏതോ ഒരു ഈർക്കിൾ സംഘടന, അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടൊന്നല്ല ഇത് സംഭവിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടാവാം. പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ അവർക്കൊരു ഹരമായി. പിന്നെ മഹിളാ കോൺഗ്രസ് വന്ന് മന്ത്രിയുടെ ഓഫീസ് വീട്ടിലേക്ക് തള്ളിക്കയറുന്നു, എല്ലാ ദിവസവും വാർത്ത വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റി എന്നുള്ളൊരു ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. അതല്ലാതെ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ വിധത്തിലല്ല. അപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല. അപ്പം ഇത്തരം ജോലികൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ച് ഇവർ പോകുന്നത് ഒരു ശരിയായ രീതിയല്ല. അവരെ നമ്മൾ കേരളത്തിലെമ്പാടും കാണുന്നത് KSRTC ബസ് സ്റ്റാൻഡുകളുടെ മുമ്പിൽ, റെയിൽവേ സ്റ്റേഷനുകളുടെ മുമ്പിൽ പാട്ടകിലിക്ക് പിരിവ് നടത്തുന്ന രംഗങ്ങളിൽ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. അതിന്റെ നേതാവ് ഒരു മിനി എന്ന് പറഞ്ഞ ഒരു സാംക്രമിക രോഗം പരത്തുന്ന ഒരു കീടമുണ്ട്. ഇപ്പോ ഈ സമരത്തിന്റെ പേര് പറഞ്ഞ് തിരുവനന്തപുരത്ത് കുറെ ദിവസമായി വന്ന് അവിടെ അതിന്റെ ചാപ്പാടിച്ചവിടെ കിടക്കുകയാണ് ഈ മിനി. അങ്ങനെ ഭരണപാർട്ടി നേതാക്കളുടെ വായിൽ നിന്ന് അങ്ങേയറ്റം വൃത്തികെട്ട വാക്കുകളും ഭർസനവും അശ്ലീലവും സമരം തകർക്കാനുള്ള ബദൽ സമര കരിങ്കാലിപ്പണികളും അധികാരം ഉപയോഗിച്ചുള്ള ഗൂഢനീക്കങ്ങളും അതിജീവിച്ച് ആശമാരുടെ സമരം 26-ാം നാളാണ്. പ്രത്യയശാസ്ത്രം കൈവൊടിഞ്ഞ് സ്വകാര്യ മൂലധനത്തിനടക്കം പരിധികളില്ലാതെ വാതിലുകൾ തുറന്നിട്ടൊരു വികസന പറുദീസ സ്വപ്നം കാണുന്ന പിണറായി വിജയനും CPM-ഉം ആശമാരെ ഇനിയും ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല. ദിവസം 232 രൂപ. കേരളത്തിലെ ഭീകരമായ വിലക്കയറ്റത്തിനും ജീവിത ചെലവിനും മധ്യേ തുലോം തുച്ഛമായ തുകയാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും ബോധ്യമെന്നിരിക്കെ അടിസ്ഥാനവർഗ തൊഴിലാളികളെ ഇനിയും അവഗണിക്കുന്നത് എന്തിനാണ്? ഇനിയും അവരെ വെയിലത്തും മഴയത്തും നിർത്തി ഉപദ്രവിക്കുന്നത് എന്തിനാണ്? സ്വകാര്യ മൂലധനം കുതിച്ചൊഴുകിയെത്തി വികസനത്തിന്റെ മണിമേടകൾ ഉയരാൻ പോകുന്ന നവകേരളത്തിൽ ആശമാർ വേണ്ടെന്നാണോ ഇടതുപക്ഷ നിലപാട്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. റജി ലൂക്കോസ്, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ശ്രീ CR നീലകണ്ഠൻ, ശ്രീമതി ജയ V എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ജയയിലേക്ക് പോകുന്നു. ആശമാരുടെ സമര നേതാവാണ് ശ്രീമതി ജയ. 26 ദിവസങ്ങളാണ്. 26 ദിവസങ്ങൾ സമരമിരിക്കുന്ന ഏതെങ്കിലും ഇൻഡോർ അല്ല. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഈ പറയുന്ന കൊതുകുകടിയും മഴയും, മഴയത്തൊരു ടാർപ്പ പിടിച്ചാൽ ഉടനെ പോലീസ് വരികയും കൊടുംവെയിൽ കൊള്ളുകയും ചെയ്ത് നിങ്ങൾ സമരത്തിലിരിക്കുകയാണ്. 26 നാളായി. ആ രീതിയിൽ ഒരു സമരം സംഘാടനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകൽ, ഇനിയും അധികം മുന്നോട്ട് കൊണ്ടുപോകൽ ഏതാണ്ട് അത് ഹെർക്കൂലൻ ടാസ്ക് ആണെന്ന് പറയേണ്ടി വരും. നിരാശ തോന്നുന്നുണ്ടോ ഈ രാത്രി ശ്രീമതി ജയാവി? സാർ, നിരാശ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നിരാശയുണ്ട് നമുക്ക്. കാരണം ഇതുവരെയും ഞങ്ങളുടെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ ഞങ്ങളുടെ കാര്യം ഒന്ന് തിരക്കുകയോ ചെയ്യാത്തത് കാരണം ഞങ്ങൾക്ക് വിഷമവും നിരാശയൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടവിടുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് ഞങ്ങളുടെ ജീവിത പോരാട്ടമാണ്. ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ താഴേക്കിടയിലുള്ള ജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചവരാണ്. അപ്പം ഞങ്ങൾക്ക് 232 രൂപ ദിവസം വേതനം കൊണ്ട് ജീവിക്കുവാൻ കഴിയത്തില്ല. ഞങ്ങളുടെ മക്കളുടെ കാര്യം, ഞങ്ങളുടെ കുടുംബകാര്യം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യം, പോരാത്തതിന് ഞങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളുടെ കാര്യം. അപ്പോൾ ഇതൊക്കെയും നോക്കി ഞങ്ങളുടെ ജീവിത ചെലവുമായിട്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. കഴിയാത്ത ഒരു സാഹചര്യത്തിനാണ് ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് വന്നത്. ഞങ്ങൾ ജനുവരി 25-ാം തീയതി സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു സമരം നേരത്തെ നടത്തിയിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു, ഞങ്ങൾ വരുന്ന ബഡ്ജറ്റിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ രാപ്പകൽ സമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്താണ് പോയത്. ബഡ്ജറ്റ് ആയപ്പോൾ ഞങ്ങളെ പരാമർശിക്കുകയും ഞങ്ങളുടെ ആശയം എന്നുള്ള ഒരു പേര് പോലും അതിൽ ഉച്ചരിച്ച് കണ്ടില്ല. അത് കാരണത്താലാണ് ഞങ്ങൾക്ക് സമരവുമായി മുന്നോട്ട് പോകേണ്ടത് വന്നത്. ഞങ്ങളുടെ ഈ മഴയത്തും വെയിലത്തും എന്തുമാത്രം ചൂടാണ് ഇപ്പോഴും. ഈ ചൂട് സമയത്തും ഈ പൊരിവെയിലത്തും ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. ഞങ്ങളോട് മനസ്സലിവുള്ള നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി, ഞങ്ങൾ ആരോഗ്യ വകുപ്പിന് വേണ്ടി കഷ്ടപ്പെട്ടവരല്ലേ, കോവിഡ് കാലത്തും കോവിഡ് പോരാളികളായി നിന്നവരല്ലേ. ഇന്നും ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എത്ര, 60-ന് മേളിലുള്ള ആൾക്കാർ എത്ര, 60-ന് താഴോട്ട് 30 വരെ എത്ര പേരുണ്ട്, എല്ലാ സർവത്ര ഡീറ്റെയിൽസും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഉറക്കത്തിൽ ചോദിച്ചാലും പറയത്തക്ക വിധം പ്രാപ്തരാണ് ആശമാർ.
ജോലി ചെയ്യുന്ന അതായത് രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ ഫീൽഡിൽ കാണണമെന്നാണ് ആശമാരെ കുറിച്ച് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇത്രത്തോളം അധ്വാനിച്ചിട്ട് അതിന് തക്കതായ വേതനം ഞങ്ങൾക്ക് വേണമെന്നുള്ള ഒരു അഭിപ്രായം ആണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഞങ്ങളുടെ ആവശ്യമാണത്. ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ അത് കിട്ടിയേ പറ്റൂ. 232 രൂപയ്ക്ക് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സമരമുഖത്തേക്ക് വന്നത്. ശരി, ഞാൻ എത്താം. റെജി ലൂക്കോസ്, ഇവിടെ 26 ദിവസമാണ്. റെജി ലൂക്കോസ്, 26 നാളാണ്. 26 നാൾ അവർ സമരം ചെയ്യുന്ന ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് കൊണ്ടോ അല്ലെങ്കിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ സംഘാടനം കൊണ്ടോ സമരം ചെയ്യുന്നവരല്ല. ആ സമരത്തെ ആദ്യം ഈ സർക്കാർ അവഗണിച്ചു. അതിനുശേഷം ആരോഗ്യമന്ത്രി ഒരു കളിയാക്കൽ ചർച്ച വിളിച്ചു. ബേസിക് ഹോംവർക്ക് പോലും നടത്താത്ത കളിയാക്കൽ ചർച്ച വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഭർസനങ്ങളുടെ നീണ്ട നിര നമ്മൾ കണ്ടു. എളമരങ്കരിയും ആ കൊട്ടേഷനുമായി മുന്നിലിറങ്ങി. അതിനുശേഷം പത്തനംതിട്ടയിലെ നേതാവ്, അവരുടെ സമര നേതാവിനെ കീടം, സാംക്രമിക രോഗം വരുന്ന കീടമെന്ന് വിളിച്ചു. ഏറ്റവും ഒടുവിൽ CITUവിൻ്റെ നേതാവ് അങ്ങേയറ്റത്തെ അശ്ലീലവും കേട്ടാൽ അറപ്പ് തോന്നുന്ന വൃത്തികെട്ട വാക്കുകൾ ഈ പറഞ്ഞ പാവ അമ്മമാരെ കുറിച്ച് പറഞ്ഞു. CITU ഈ സമരം പൊളിക്കാൻ രാജ്യചരിത്രത്തിൽ ആദ്യമായി, രാജ്യചരിത്രത്തിലല്ല, ഒരു സമരം പൊളിക്കാൻ മറ്റൊരു സംഘടന ബദൽ സമരമായി ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് പതിവ് കാഴ്ചയല്ല. അങ്ങനെ ഒരു വൃത്തികേട് CITU കാണിച്ചു. 26 ദിവസമായി. എന്തുകൊണ്ടാണ് ഇവരെ ഒന്ന് വിളിച്ചിരുത്തി നിങ്ങളുടെ ആവശ്യം എന്താണ്, നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ പരിഗണിക്കുന്ന അടുത്ത എന്താണ് വരും നാളുകളിൽ പരിഗണിക്കുക, സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നൊരു നല്ല വാക്ക് പറയാൻ പോലും ഈ ഭരണകൂടം തയ്യാറാവാത്തത്? റെജി ലൂക്കോസ്. ഹാഷ്മി, ആദ്യം തന്നെ പറയട്ടെ, CITUവിന്റെ 2 നേതാക്കന്മാർ ഗോപിനാഥ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ വാക്കുകളെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ശക്തമായ ഭാഷ തള്ളിക്കളയും ഗോപിനാഥ് ഒരു മാധ്യമത്തിലൂടെ തന്നെ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു. തൻ്റെ വായിൽ നിന്ന് വന്നത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ താൻ അതിന് ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ആഷ്മി ഇന്റർനാഷണലിൽ പറഞ്ഞതും ബഹുമാനപ്പെട്ട സഹോദരി പറഞ്ഞതും തെറ്റാ. ഒരു കാര്യം, ഒന്ന്, ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഈ സമരം തുടങ്ങിയ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കും, സംസാരിക്കാൻ വസ്തുതകൾ മുഴുവൻ അവരെ ബോധ്യപ്പെടുത്തും. കളിയാക്കലായിരുന്നു ചർച്ച. ബേസിക് ഹോംവർക്ക് നടത്താതെ, ബേസിക് വകുപ്പുകളുമായി യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ നടത്താതെ അവരെ വിളിച്ചിരുത്തി. ഇത് എന്ത് പറഞ്ഞു? എനിക്ക് മാത്രം തീരുമാനം എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു വിട്ടു. അത് കളിയാക്കലല്ലേ? അത് ആഷ്മി നിങ്ങളുടെ വക്രീകരണമാണ്. ഇന്ന് നിങ്ങൾ ഈ ചർച്ച എടുത്തത് തന്നെ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടേ ഞാൻ പറഞ്ഞല്ലോ. അവരുടെ ഒരു ഐക്യദാർഢ്യവും സ്നേഹവും കരുണയും കരുതലും കേരള പൊതുസമൂഹത്തിലുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വസ്തുതകളുമായിട്ട് ഞാൻ ഈ ചർച്ചയിലിരിക്കുന്നത്. ഇതെല്ലാം നമുക്കെല്ലാം അറിയാവുന്ന വസ്തുത. അവരെങ്ങനെ കളിയാക്കിയത്? അവര് വസ്തുതാപരമായിട്ട് എന്തുകൊണ്ടാണ് ഇവരുടെ ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന കേരള സംസ്ഥാനമാണ്. ആ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. ഈ പറയുന്ന സമരം നടത്തുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല, നിങ്ങളോടൊപ്പം ഞാനും സമരത്തിന് തയ്യാറാണ്. അത് തന്നെയല്ല, CITU നിരവധി തവണ ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ തന്നെ ഈ പാവങ്ങൾക്ക് വേണ്ടി സമരം നയിച്ചിട്ടുണ്ട്. വൃന്ദാക്കാരാട്ടിന്റെ നേതൃത്വത്തിൽ പോലുള്ള സമരം നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട 2 LDF MPമാർ പാർലമെന്റിൽ ഉന്നയിച്ചു. അപ്പോൾ ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇങ്ങനെ കളിയാക്കുന്നത് ഒരു ദിവസം ബഹുഭൂരിപക്ഷം ആശമാരും വാങ്ങുന്ന ശമ്പളം 232 രൂപയാണ് എന്ന കാര്യത്തിൽ സർക്കാരിനോ ആർക്കും ഒരു തർക്കവും സംശയമില്ല. കേരളത്തിലെ ജീവിതത്തിൽ 232 രൂപ ഒന്നും വാങ്ങാൻ, കപ്പലണ്ടി വാങ്ങാൻ പോലും തികയില്ല എന്ന കാര്യത്തിലും ആർക്കും തർക്കമില്ല. 7,000 രൂപ എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് 10,000 രൂപയെങ്കിലും ആക്കി കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട്. സർക്കാരിൻ്റെ കയ്യിൽ പണം ഇല്ലെങ്കിൽ PSC അംഗങ്ങൾക്ക് 2.5 ലക്ഷം ഉള്ളത് 3.25 ലക്ഷമായി കൂട്ടിക്കൊടുക്കില്ല. അപ്പോൾ പ്രയോറിറ്റി അവിടെ പ്രധാനമാണ്. പോട്ടെ, ഒന്നും കൊടുക്കണ്ട. അവരെ 26 ദിവസമായി മഴയത്തിരിക്കുകയാണ്, 26 ദിവസമായി വെയിലത്തിരിക്കുകയാണ്. രാത്രി മഴ പെയ്തു, ടാർപ്പ പിടിച്ചു, ഉടനെ ഓടി വന്നു ആഭ്യന്തര വകുപ്പിന്റെ പോലീസ്. റെജി ലൂക്കോസ്, എന്തുകൊണ്ടാണ് ഇവരൊന്നും ചർച്ചയ്ക്ക് വിളിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് പ്രപ്പോസൽ വെക്കാത്തത്? അല്ല, ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചില്ല, ഇതുവരെ അവരെ പരിഗണിച്ചില്ല എന്നുള്ളതിന്റെ ബാധകതയാണ്. അത് തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നു ആ സഹോദരിമാരോടുള്ള താല്പര്യം കൊണ്ടതില്ല. അത് അഭിനയമല്ല. കാരണം നമ്മളൊക്കെ അവരുടെ കരസ്പർശങ്ങൾ അറിയാത്ത ഒരു മലയാളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. അവരെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ അവരുടെ ഡിമാൻഡുകൾ തെറ്റാണെന്ന് പറയാനായിട്ടല്ല നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. സാധാരണ പാർട്ടി പ്രവർത്തകരല്ല, മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. പറഞ്ഞത് സാധാരണ പാർട്ടി പ്രവർത്തകരാണോ? എളമരങ്കരി പറഞ്ഞ മുതലാളിയുടെ ഭാഷ. എളമരങ്കരി പറഞ്ഞു മുതലാളിയുടെ ആ ഭാഷ പറഞ്ഞില്ലേ? പാട്ടപ്പിരിവുകാരും ഈർക്കിൽ കൊള്ളൂർ നടന്ന സമരം എളമരങ്കരി പറഞ്ഞില്ലേ? കേരളത്തിലെ തലപ്പൊക്കമുള്ള നേതാവല്ലേ റെജി ലൂക്കോസ്? പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നേതാവല്ലേ PV ഹർഷകുമാർ? സാംക്രമിക രോഗം പറഞ്ഞ് കീടമെന്ന് വിളിച്ചില്ലേ? CITUവിന്റെ പ്രധാനപ്പെട്ട നേതാവ് വൃത്തിയോടെ പറഞ്ഞില്ലേ? അല്ല, അതിനുള്ള മറുപടി എന്തും പറയാം. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരാണ് അവർ, സ്ത്രീകരാണ്. എന്ത് വൃത്തിയോടെ അവർക്കെതിരെ പറയാം എന്നല്ലേ അർത്ഥം? റെജി ലൂക്കോസ്, എന്നിട്ട് ചർച്ചയ്ക്ക് വിളിക്കാതെ മഴയത്ത് കിടന്ന് തുരുമ്പിക്കട്ടെ അല്ലെങ്കിൽ വെയിലത്ത് കിടന്ന് ഉരുകട്ടെ എന്നൊരു ഇടതുപക്ഷ സർക്കാർ തീരുമാനിക്കലോ?
ഹാഷ്മി ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ വനിതകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച CPM അല്ലാതെ ഒരു രാഷ്ട്രീയ കക്ഷിയെ നിങ്ങൾ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇവരൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ആ സമരവേദികളിൽ പ്രത്യക്ഷപ്പെട്ട പലരുടെയും ഉള്ളുകളി ഇതിനു മുമ്പ് നമ്മൾ കണ്ടറിഞ്ഞല്ലേ. കേവലം 1000 രൂപ, 500 രൂപയിൽ നിന്ന് ഘട്ടഘട്ടമായിട്ട് 1000 രൂപ മാത്രം നൽകി അന്ന് ഈ സഹോദരിമാരുടെ കണ്ണീര് കാണാത്ത UDF സർക്കാരിനെ അപേക്ഷിച്ച് കേരളത്തിലെ 7 പ്രാവശ്യം കൂട്ടി 700 രൂപ 7000 രൂപ ആക്കുകയും കേന്ദ്ര സർക്കാർ ഇവരെ പരിപൂർണമായിട്ട് അവഗണിച്ച് കേരളത്തിൽ മാത്രം പൈസ കൊടുക്കാതിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്? അതൊരു അജണ്ട വെച്ചുകൊണ്ടല്ലേ? ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് ആദ്യമേ കേന്ദ്രം പണം തരാനുള്ളത് പുതിയ കാര്യമൊന്നുമല്ല. ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെന്നും കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന ഒരു ആശമാരെന്നും ആർക്കും അറിയാത്തതല്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രശ്നം സർക്കാരിന്റെ മൂക്കിൻ കീഴിൽ കുറച്ച് അമ്മമാർ, കുറച്ച് ചേച്ചിമാർ മഴയും വെയിലും കൊണ്ട് കുറച്ചധികം ദിവസമായി അവിടെ കിടക്കുകയാണ്. ഈ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ സർക്കാർ നവകേരളത്തിന്റെ പരദേശ കെട്ടിപ്പടുക്കാൻ CPM സമ്മേളനം നടത്തുക. ആ നവകേരളത്തിൽ ഇവർ വേണ്ടേ? റജി ലൂക്കോസ്. ഹാഷ്മി ഇവരെ ഒരു സന്നദ്ധ സേവകരായിട്ട് മാത്രം കണ്ട് ഒരു തൊഴിലെടുക്കുന്നവരാന്ന് പോലും പരിഗണിക്കാതെ കണ്ട് 2007 എനിക്ക് തോന്നുന്നത് ഈ പദ്ധതി അവതരിപ്പിച്ച UDF സർക്കാരിന്റെ അടുത്ത് അന്ന് പാർലമെന്റ് ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഇവരെ തൊഴിലാളികളായിട്ട് കാണണം നമ്മൾ ശബ്ദം ഉയർത്തിയത് ഇടതുപക്ഷ MPമാരാ. ഈ രാജ്യത്ത് 10,20,000-ഓളം ആശാവർക്കർമാരുണ്ട്. കേരളത്തിൽ 22,200-ഓളം ആശാവർക്കർമാരുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കേന്ദ്ര സർക്കാർ ഈ പാവങ്ങളെ സഹായിക്കാത്തതിന് വലിയ അക്ഷരം പോലും ഉണ്ടാത്തത്? അത് തന്നെ വലിയ എന്തൊരു അജണ്ടയായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ബഹുമാനപ്പെട്ട MLA നിയമസഭയിൽ അവതരിപ്പിച്ച ഈ പറയുന്ന അടിയന്തര പ്രമേയത്തിൽ അവതരിപ്പിച്ചെന്താ? സിക്കിമാണ് ഏറ്റവും കൂടുതൽ പണം നൽകുന്നത്. ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു സിക്കിം സർക്കാരാണെന്ന് പറഞ്ഞു. സിക്കിം സർക്കാർ കൊടുക്കുന്നത് കേവലം 6 ലക്ഷം. സിക്കിമും രാഹുൽ മാങ്കൂട്ടത്തിലും ആരോഗ്യമന്ത്രിക്ക് അവിടെ നിൽക്കട്ടെ. ഇവർ വാങ്ങുന്നത് 7,000 രൂപയാണെന്ന് നേരത്തെ തർക്കമുണ്ടോ? ഇവർക്ക് ചെയ്യാനുള്ള പണി ഈ പറഞ്ഞ 500 രൂപ ആയിരുന്ന കാലത്തൊക്കെ അല്ല, അതിനേക്കാൾ കൂടുതൽ 24 മണിക്കൂർ പണി ഇവർക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? 7,000 രൂപ ഈ നാട്ടിൽ ജീവിക്കാൻ മതിയാവില്ലെന്ന കാര്യം തർക്കമുണ്ടോ? ഇളമരം ഈ കേരളത്തിലെ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് 10,000 രൂപ കൊടുക്കണമെന്നാ ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാ. ഹരിയാനയിൽ 26,000 രൂപ ആവശ്യപ്പെട്ട് സമരം ചെയ്ത CAT ഉണ്ട്. മഹാരാഷ്ട്രയിൽ സമരം ചെയ്തതിൽ CAT ഉണ്ട്. അത് സംസ്ഥാനങ്ങൾക്കെതിരെയാ. ഇവിടെ വന്നവർ സമരം ചെയ്യുമ്പോൾ അവർ ഏറ്റവും അവരുടെ ജീവിത പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവർ ജമാഅത്ത് ഇസ്ലാമി ആവും, അവർ SDPI ആവും, അവർ പാട്ടമറക്കികളാവും, അവർ ഇർക്കിലുകളാവും. പറയുന്നത് ആരാ? അടിസ്ഥാന വർഗത്തെ പറ്റി പറയുന്ന പാർട്ടി. റജി ലൂക്കോസ്. അല്ല, ഞാൻ ആഷ്മിയോട് വളരെ വളരെ ഓണറബിൾ ആയിട്ടൊരു കാര്യം പറയാം. നിങ്ങളൊരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ഈ പാവപ്പെട്ടവരോട് അവരോട് ആ യാഥാർത്ഥ്യം പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് 7,000 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ലെന്നും അവർക്ക് മര്യാദക്ക് അവർക്ക് ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായി കൂലി കിട്ടുന്ന അജണ്ടയുണ്ട്. അജണ്ടയോ? അല്ലാതെ ആ അജണ്ടയോടൊപ്പമാണ് ഞങ്ങളും, ആ അജണ്ടയോടൊപ്പമാണ് LDF എന്ന് പറയുന്ന പ്രസ്ഥാനവും. പക്ഷെ നിങ്ങള് നീച പ്രവർത്തികൾ ആ പാവപ്പെട്ട സ്ത്രീകളോട് കാണിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് നിങ്ങൾ കേരള സർക്കാരിന്റെ തലയിൽ ചാരുന്നത്? അതിന് മാത്രമേ പ്രതിഷേധമുള്ളൂ. അത് തെറ്റല്ലേ ആഷ്മി? അത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ ഈ നിമിഷമായിട്ട് ആഷ്മി എന്ന് പറയുന്നത് 7,000 രൂപ എന്നുള്ളത് മിനിമം 3,000 രൂപ കൂട്ടി 10,000 വാക്ക് സർക്കാരിന് പറ്റാത്തതാണോ? അല്ലല്ലോ. ഇളമരങ്കരിയും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ നിയമസഭയിൽ ചോദ്യത്തിന്റെ രൂപത്തിൽ ആവശ്യപ്പെട്ട 10,000 രൂപ മിനിമം വാക്ക് അത് സർക്കാരിന് പറ്റാത്തതല്ലോ. ഇനി 10,000 രൂപ ആക്കാൻ ഇല്ലെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ അത്രത്തോളം സർക്കാർ മുടിഞ്ഞു കുത്തുവാളെടുത്തിരിക്കുകയാണെങ്കിൽ അവരെ ഒന്ന് വിളിക്ക്, സ്നേഹത്തിൽ ഒന്ന് സംസാരിക്ക്. ഇപ്പൊ നമ്മുടെ പൈസ ഇല്ല, കേന്ദ്രത്തിൽ പണം തരും, ഞാൻ പണം തരാം എന്നൊന്ന് സ്നേഹത്തിൽ പറ 4 വാക്ക്. അത് പറയുന്നില്ലെന്ന് മാത്രമല്ല അങ്ങേയറ്റം വൃത്തികളോട് അധിക്ഷേപിക്കുക പാവങ്ങളെ. എന്നിട്ട് നവകേരളത്തെ പറ്റി പറയുക. ആഷ്മി ദയവായിട്ട് ഒരു സെന്റൻസ് തന്നെ പൂർത്തീകരിക്കണം. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഈ വിഷയം ഉന്നയിച്ച UDFന്റെ MLA അവസാനം ഒളിച്ചോടുന്നത് നിങ്ങൾ കണ്ടില്ലേ? വീണാ ജോർജിന്റെ കൃത്യമായ കാര്യങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചപ്പോൾ മറുപടി ഇല്ലാതെ കണ്ട് അവർ ഒളിച്ചോടുന്ന കാഴ്ചകൾ കണ്ടില്ല. എന്താ കേരളത്തിലെ പൊതുസമൂഹത്തിലെ LDF സർക്കാരിനെ CPMനെ നാറ്റിക്കാനും അപമാനിക്കാനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ദ്രോഹത്തെ മറച്ചു പിടിച്ചുകൊണ്ട് നടത്തുന്ന നിങ്ങളുടെ ഈ ചർച്ച നിങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്ത് വിജയിക്കത്തില്ല, ഒരു സംശയമില്ല കാര്യത്തിൽ. ആ സഹോദരിമാർ അവരുടെ സമരം പിൻവലിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം ചെയ്യട്ടെ. CIT-യുടെ ഇറങ്ങും, ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം ഇറങ്ങും. നിങ്ങൾ അതിനുവേണ്ടിയല്ലേ ഒറ്റക്കെട്ടായിട്ട് ശ്രമിക്കേണ്ടത്? അതിനുപോലെ ഇവിടുത്തെ ഒരു സർക്കാരിന്റെയും കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗസമ്പന്നമായിട്ടുള്ള പ്രവർത്തനം ചെയ്ത CPM പോലെ പ്രസ്ഥാനത്തിന് അപമാനിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതിന്റെ അജണ്ട എന്താണ്? ആ അജണ്ടയുടെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർ 7,000 കിട്ടിയ പണം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് പൈസ കൊടുക്കായിരുന്നു. അവർക്ക് വനിതാ മതിൽ കിട്ടില്ല, വനിതാ മതിൽ ആ പണം ഉണ്ടായിരുന്നു, ഇവർക്ക് കുറച്ച് പൈസ കൊടുക്കായിരുന്നു. ഇത് സർക്കാരിന്റെ പൈസ ഇല്ല, കേന്ദ്രത്തിൽ നോക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ PSക്കാർക്ക് 2,00,000 രൂപ 3,4 ലക്ഷം രൂപ കൊടുക്കാൻ എല്ലാവിധ ആനുകൂല്യം, വീട്,
എന്താണ് കുടുംബത്തിനടക്കം മുഴുവൻ ചികിത്സാ ചെലവ് എല്ലാം എന്താണ് സഞ്ചരിക്കാൻ AC കാറ് മണിമാളിക എല്ലാം ഉള്ളവർ 2.25-3.25 ലക്ഷം ആക്കി കൊടുക്കണം. ഇവർ 232 രൂപയിൽ ഭൂതക്കണ്ണാടി നോക്കണം. മറ്റ് സംസ്ഥാനങ്ങൾ എന്താ സിക്കിമിൽ എത്ര മറ്റെടുത്ത് എത്ര എന്ന് റജി ലൂക്കോസ് ഒന്ന് ഉള്ളിലേക്ക് കൂടെ നോക്കണേ, ഒന്ന് ഉള്ളിലേക്ക് കൂടെ നോക്കണം. എന്നിട്ട് അടിസ്ഥാനവർഗം ഒന്ന് പറയണം. ഇത് കേൾക്കൂ. അല്ലല്ല, അതിനൊക്കെ മറുപടി ഉണ്ട്. അതിനൊക്കെ മറുപടി ഉണ്ട്. അത്യാവശ്യം പഠിച്ചിട്ട് തന്നെ അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കേന്ദ്ര എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് UPSCയുടെ നിയമാവലിയിൽ നിങ്ങളൊരു മാറ്റം വരുത്താൻ പറയൂ. ഇവരുടെ ശമ്പളം കുറയ്ക്കൂ, ഇവരുടെ ആനുകൂല്യങ്ങൾ കുറയ്ക്കൂ. ഈ ഇന്ത്യയിൽ എല്ലായിടത്തും കിട്ടുന്ന കൊടുക്കാനായിട്ട് അവർക്കുള്ള അവകാശത്തെ കൊടുക്കാതിരിക്കാൻ ഈ കേരള സർക്കാരിന് പറ്റുമോ? ഞാനും അതിനെ വിമർശിച്ചവനാ. KB തോമസിന്റെ വണ്ടിക്കൂലി ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജ് പോലും കൂട്ടിക്കൊടുത്തതിന് ഞാൻ വിമർശിച്ചവനാ. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഈ പറഞ്ഞ PSC അംഗങ്ങളുടെ ശമ്പളം എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ കീഴിലുള്ളതല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിലുള്ളതാണ്. അവർ BJP ഈ ആശമാരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ച സജീവമായി ഉണ്ട്. ശരി, ഞാൻ ശരി. ബി ഗോപാലകൃഷ്ണൻ, സുരേഷ് ഗോപിയുടെ ആശാ സമരപന്തൽ സന്ദർശനം, അവർക്ക് കുടവാങ്ങി കൊടുക്കൽ, K സുരേന്ദ്രന്റെ മാർച്ച്, BJP മഹിളാ മോർച്ച 8-ാം തീയതി നടക്കാൻ പോകുന്നു. മാർച്ച് നടത്തി തൃശൂർ നഗരത്തിൽ AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്ന ഐക്യദാർഢ്യ റാലി നടക്കാൻ പോകുന്നു. രാജ്യമൊട്ടാകെ സമരം നടന്നിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രമുള്ള സമരമല്ല CB ഗോപാലകൃഷ്ണൻ, ഇത് രാജ്യമൊട്ടാകെ ആശമാർ ഒന്നല്ലെങ്കിൽ വേറെ സംഘടനകളിൽ സമരത്തിലാണ്. അങ്ങനെ സമരം നടന്നിട്ട് നയാ പൈസ ആശമാർക്ക് കൂട്ടിക്കൊടുക്കാത്ത കേന്ദ്ര സർക്കാർ BJPക്ക് ഈ സമരത്തിന് ഐക്യം പ്രകടിപ്പിക്കാൻ ധാർമ്മികാവകാശമുണ്ടോ CB ഗോപാലകൃഷ്ണൻ? താങ്കളൊരു അവതാരകൻ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ വിഷയം പഠിക്കാനും അവതരിപ്പിക്കാനും വന്നത്. ഇത് ഏത് സബ്ജക്റ്റാണ്? ആരോഗ്യമേഖല എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. കേന്ദ്രത്തിലല്ല ആശമാർക്ക് പൈസ കൂട്ടി കൊടുക്കേണ്ടത്. പൈസ കൂട്ടി കൊടുക്കുന്നതിനൊരു കാഴ്ചപ്പാടുണ്ട്. എങ്ങനെയാ പൈസ? കഴിഞ്ഞ പ്രാവശ്യം 36,292 കോടി രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ 1000 കോടിയും കൂടി കൂട്ടി 37,922 കോടി, എന്തായാലും 37,000-ന് മുകളിൽ കോടി ആണ് ഈ സെക്ടറിലേക്ക് കേന്ദ്ര ബജറ്റിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ കേന്ദ്ര ബജറ്റിൽ നിന്ന് മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ്, ആ ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒരുമിച്ചിരുന്ന് ഓരോ സംസ്ഥാനത്തിൻ്റെയും താൽപ്പര്യപ്രകാരം ആ സംസ്ഥാനം ആവശ്യപ്പെടുന്നതനുസരിച്ച് തുക കൊടുക്കുകയും, എല്ലാ സംസ്ഥാനത്തിനും ഒരുപോലെ അല്ല വിഹിതം, ഓരോ സംസ്ഥാനവും ആവശ്യപ്പെടുന്നതനുസരിച്ച് തുക കൊടുക്കുകയും ആ തുകയുടെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ്. അങ്ങനെയാണ് ആശമാരടക്കമുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഈ ആരോഗ്യ സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ആരോഗ്യ പണം നൽകുന്നത്, പദ്ധതിക്ക് വേണ്ടിയുള്ള പണം നൽകുന്നത്. ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാന സർക്കാരുകളുമാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് 40% സ്റ്റേറ്റ് ഗവൺമെൻറ് കൂട്ടിയാൽ ഞങ്ങൾക്ക് 10,000 രൂപ വേണം. ഞങ്ങളുടെ കേരളത്തിലെ ആശമാർക്ക് 10,000 രൂപയാണ് ശമ്പളം കൊടുക്കേണ്ടത്. ആ 10,000 രൂപ ശമ്പളം ഇൻസെൻറ്റീവായിട്ടോ ശമ്പളമായിട്ടോ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര കോടി രൂപയാണ് ആവശ്യം. ആ ഇത്ര കോടി രൂപയിൽ 40% ഞങ്ങളെടുക്കാം, 60% കേന്ദ്രം തരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ, ഇന്നത്തെ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആരോഗ്യകരമായ ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. ഇതെല്ലാ സംസ്ഥാനത്തുള്ള പ്രശ്നമാണ്. ഇപ്പം കർണാടകയിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, മഹാരാഷ്ട്രയിൽ സമരം നടന്നു, ഹരിയാനയിൽ സമരം നടന്നു എന്ന് പറഞ്ഞാൽ ഈ ആശമാരും ഈ പറഞ്ഞ താഴെത്തട്ടിലെ ആരോഗ്യ പ്രവർത്തകരും ഒട്ടുമിക്ക ഗുജറാത്തിൽ സമരം നടന്നു, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലൊക്കെ സമരത്തിലാണ്. കേന്ദ്രത്തിന് ഒരു തീരുമാനം ആവശ്യത്തിലെടുക്കാം, സംസ്ഥാനം ആവശ്യപ്പെടുന്ന നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ആ തീരുമാനം എടുക്കണം എന്ന് BJP ആവശ്യപ്പെടുന്നുണ്ടോ? പോട്ടെ, ബി ഗോപാലകൃഷ്ണൻ, ഗുജറാത്തിൽ എത്ര രൂപയാണ് ആശമാർക്ക് കൊടുക്കുന്നത്? 3,000 രൂപ. ഹരിയാനയിൽ എത്രയാണ് കൊടുക്കുന്നത്? 4,000 രൂപ. മഹാരാഷ്ട്രയിൽ എത്രയാണ് കൊടുക്കുന്നത്? 3,500 രൂപ. ഹിമാചൽ പ്രദേശിൽ എത്രയാണ് കൊടുക്കുന്നത്? 4,700 രൂപ. രാജസ്ഥാനിൽ എത്രയാ? 1,650. ഉത്തർപ്രദേശിൽ എത്രയാ? 1,500. ത്രിപുരയിൽ എത്ര? 1000 രൂപ. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ലേ CB ഗോപാലകൃഷ്ണൻ? അവിടെ ഈ പറഞ്ഞ ജീവിത ചെലവില്ലേ? അവിടുത്തെ ആശമാർക്ക് പണം കൂട്ടി വേണ്ടേ? UPയിൽ 1,500 രൂപ കൊടുത്തിട്ട് ഇവിടെ 7,000 രൂപ കൊടുക്കുന്ന സംസ്ഥാനത്ത് അവർക്ക് സമരത്തിന് ഐക്യം പ്രഖ്യാപിക്കാൻ
എന്ത് അവകാശം നിങ്ങൾക്ക് സി ബി ഗോപാലകൃഷ്ണൻ? അവിടുത്തെ കാര്യം അവർ നോക്കിക്കോളൂ. ഒന്ന് ഹരിയാനയിൽ CPM സമരം നടത്തിയത് നരേന്ദ്രമോദി പൈസ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണോ? എളമരം കരീം ഇവിടെ 10,000 രൂപ സംസ്ഥാന നിയമസഭയിൽ ആവശ്യപ്പെട്ടത് അന്നത്തെ UDF ഗവൺമെൻറ്, സെൻട്രലിലെ ഗവൺമെൻറ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണോ? ഇതൊന്നും വേണ്ട. 2021 CPMൻ്റെ പ്രകടന പത്രികയിൽ 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത്, അത് 21,000 രൂപ, 700 രൂപ വെച്ച് 21,000 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണോ? നരേന്ദ്രമോദി കൊടുക്കാം എന്ന് ഗോവിന്ദമാഷോട് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഈ 2021 പ്രകടന പത്രികയിൽ 21,000 കൊടുക്കാമെന്ന് പറഞ്ഞത്? എന്ത് മര്യാദകേടാണ് സർ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 1,500, 1,650, 3,000, 2,000 കൊടുക്കുന്ന BJP, അതിനെതിരെ അവിടെ ഒരക്ഷരം മിണ്ടാത്ത BJP 7,000 രൂപ അവർ കൊടുക്കുന്ന കേരളത്തിൽ വന്ന് അവരുടെ സമരത്തിന് കേന്ദ്ര സഹമന്ത്രി വന്നിരിക്കുക, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അതിനകത്തൊരു പ്രശ്നമില്ല സി ബി ഗോപാലകൃഷ്ണൻ. നിങ്ങൾക്കാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെന്ന്, 21,000 ആശമാർക്ക് പണം കൂട്ടണോ? പ്രകടന പത്രികയിൽ പറഞ്ഞത് ആര്? അല്ലെ ബി ഗോപാലകൃഷ്ണൻ, ആശമാർ രാജ്യത്തിൽ എല്ലാവരും ഉള്ളവരാണ്. UP 1,500 രൂപ എന്നുള്ളത് കൂട്ടി 21,000 രൂപ ആക്കണോ ബി ഗോപാലകൃഷ്ണൻ? യുപിക്കാര് നോക്കും. അല്ലല്ല ഞാൻ ചോദിക്കുന്നത്, ഇല്ല ഞാൻ ചോദിക്കുന്നത് ആശമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക്, ആശമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പാർട്ടിയുടെ നേതാവ് എന്നുള്ള ഞാൻ ബി ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു, UP 1,500 രൂപ കൂട്ടണോ? ഗുജറാത്തിൽ 3,000 രൂപ കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിലിരുന്നു. വലിയ സമരം ഉണ്ടായി. കൂട്ടാവെന്ന് പറഞ്ഞതല്ല, കൂട്ടിയിട്ടില്ല. ബി ഗോപാലകൃഷ്ണൻ കൂട്ടണോ? ഗുജറാത്തിൽ 3,000 രൂപ കൂട്ടണോ? അല്ല, ഗുജറാത്തിൽ 3,000 കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് സമരത്തിലായിരുന്നു അവിടുത്തെ ആശമാർ. ആ സമരാവശ്യം പരിഗണിക്കണോ ഗുജറാത്ത് സർക്കാർ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ആശമാരടക്കം അംഗൻവാടി ടീച്ചർമാർക്കും ആശമാർക്കും, എന്തിന് നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ അമ്മമാർ എത്ര കിലോമീറ്റർ നടക്കുന്ന ആ അമ്മമാർക്കടക്കം ശമ്പളമോ പെൻഷനോ കൂട്ടിക്കൊടുക്കണം എന്ന് തന്നെയാണ് BJPയുടെ ആവശ്യം. BJP കേരള ഘടകം കേരളത്തിൽ സമരം ചെയ്യുന്നത് കേരളം കൂട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ്. കേരളത്തിൽ 2021 പ്രകടന പത്രികയിൽ കൂട്ടിക്കൊടുക്കാം. ഗുജറാത്തിലെ ആവശ്യം എന്താണ്? ഗുജറാത്തിലെ ആവശ്യം ഈ 3,000 എന്ന് പറയുന്ന തുച്ഛമായ ഈ പണത്തിൽ നിന്ന് പൈസ കൂട്ടി വേണം. ഹരിയാനയിലെ ആവശ്യം എന്താണ്? അവിടുത്തെ തുച്ഛമായ പണത്തിൽ നിന്ന് 18,000 രൂപ കൂട്ടി വേണം. ബി ഗോപാലകൃഷ്ണൻ, ഹരിയാനയിലെ സർക്കാർ അവിടുത്തെ സമരക്കാരുടെ ആവശ്യത്തെ അംഗീകരിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ? എന്നിട്ട് അവിടെ 3,000 രൂപ കൊടുക്കുകയും ഇവിടെ 7,000 രൂപ കൊടുക്കുന്ന ഒരു സംസ്ഥാനത്ത് വന്ന് അവർക്ക് അവരെ കൂട്ടിരിക്കുകയും ചെയ്യാം. പരിഹാസ്യമല്ലേ ബി ഗോപാലകൃഷ്ണൻ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വെറുതെ എൻ്റെ വായിൽ നിന്ന് കേൾക്കണ്ട. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മലയാളത്തിലാണല്ലോ. പണ്ടേ നമ്മൾ തമ്മിൽ ചില കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യം തെറ്റാണ് എന്ന് നിങ്ങൾ ഈ ഫ്ലോറിൽ വന്ന് ഗോപാലകൃഷ്ണൻ തെറ്റാണ് പറഞ്ഞത്, കളവാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാത്ത വാക്ക് തർക്കം ഉണ്ടാക്കിയതാ. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ശരി ഏത് തെറ്റതെന്ന്. ഹരിയാനയിലെ ആശമാരുടെ സമരം അംഗീകരിക്കപ്പെട്ട സമരമാണോ ബി ഗോപാലകൃഷ്ണൻ? ഇന്ത്യയിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ആശമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണം. അതത് സംസ്ഥാന ഗവൺമെൻറ്റാണത് ചെയ്യേണ്ടത്. അത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ആ സ്റ്റേറ്റ് സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ അതാത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തണം. ഇവിടെ 21,000 കൊടുക്കണമെങ്കിൽ ആ 21,000-ൻ്റെ 60% ഞാൻ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ മേടിച്ചു കൊടുക്കാം. ഞാൻ ഇവരെയും കൊണ്ടുപോയി കൊടുക്കാം. 40% കൊടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറാണോ? ഞാൻ തിരിച്ചു ചോദിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഗുജറാത്തിലെയും ഹരിയാനയിലെയും ആശമാർക്ക് ഗുജറാത്ത് പോട്ടെന്ന്. ഞാൻ ഗുജറാത്തിലെ കാര്യമല്ല, ഗുജറാത്ത് നോക്കിക്കോളും. നിങ്ങൾ ഇവിടുത്തെ കാര്യം നോക്കിയാൽ മതി. കേരളത്തിൽ 21,000 ശമ്പളം, കേരളത്തിൽ അത് അവർ നോക്കിക്കോളൂന്ന്. നിങ്ങൾ വലിയ ഭാരിച്ച കാര്യം നോക്കണ്ട. ഇവിടുത്തെ കാര്യം പറ. നിങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഞങ്ങൾ UPയുടെ കാര്യം പറയും, ഇത് കേരളമാ എന്ന് വലിയ വീമ്പ് പറയാറുള്ളതല്ലേ. ഈ കേരളത്തിൽ 21% ഞങ്ങൾ മേടിച്ചു കൊടുക്കാം. 21,000 രൂപ ഞങ്ങൾ മേടിച്ചു കൊടുക്കാം. 40% കൊടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാണ്. ചോദ്യമാണ്. നിങ്ങൾ ഈ ഗവൺമെന്റിനോട് ചോദിക്ക്, തയ്യാറുണ്ടോ ചോദിക്ക്.
അങ്ങനെയാണെങ്കിൽ 21,000 മേടിച്ചു കൊടുക്കാൻ BJP മുമ്പിൽ നിൽക്കാം. ഞങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയെ വെല്ലുവിളിച്ചില്ലേ, വായോ നമുക്ക് ഒന്നിച്ചു പോവാം, 10 പൈസ തരാനുണ്ടെങ്കിൽ മേടിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഒരു നാണമില്ലാതല്ലേ ഈ റെജി ലൂക്കോസ് ഇവിടെ ഇരുന്നിട്ട് വാചോ അടിക്കുന്നേ? റെജി ലൂക്കോസെ കണക്ക് റെജി ലൂക്കോസിന് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ദാ ഈ കണക്കൊന്ന് എഴുതി വെച്ചോളൂ, വേറൊന്നുമല്ല. ഈ 2023-24 വർഷത്തെ 189.15 കോടിയും 2024-25 വർഷത്തെ 913.24 കോടിയും, അങ്ങനെ കോടിയിൽ 815.73 കോടി കേരളത്തിന് ആദ്യം നൽകി. ശരി, നമ്മളെ കണക്ക് നേരത്തെ ഒരു ദിവസങ്ങളിൽ പലയാവർത്തി പറഞ്ഞതാണ്. അത് സംസ്ഥാനം നിരാകരിക്കുകയാണ്. നമുക്കതിൽ ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു തീർക്കട്ടെ, ഒരു വരി. അതായത് 120 കോടി രൂപ, അതായത് 120 കോടി രൂപ കൂടുതലാണ് ഇപ്പം കേരളത്തിന് കൊടുത്തിരിക്കുന്നത്. അതായത് 97.51 കോടി രൂപയെ കൊടുക്കാനുള്ളൂ. അതിന് 120 കോടി രൂപ കൊടുത്തു. ഇത് ബി ഗോപാലകൃഷ്ണൻ 24-ൽ പറയുന്നതല്ല, ഇന്ത്യൻ പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ചതാ. കോൺഗ്രസിന്റെ MP പ്രേമചന്ദ്രൻ, കോൺഗ്രസിന്റെ വെറുതെ അങ്ങോട്ട് പോകല്ലോ. നേരമായില്ല ഇരുന്നിട്ട് കേന്ദ്രം എന്ന് പറയണത്. നിങ്ങൾക്ക് ഈ കണക്ക് പറഞ്ഞു കൊടുക്കാറില്ല അയാളോട്? കേന്ദ്രം തരാനില്ല. താങ്കൾ ഈ കണക്ക് നമ്മൾ കുറെ നാളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അപ്പൊ നിങ്ങൾ മറുപടി പറയണ്ടേ? അല്ല, ഈ കണക്ക് നമ്മൾ കുറെ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് ഇടപെടുകയാണ്. ശരി, കേന്ദ്രം എന്ന് പറഞ്ഞു കുറ്റം പറയുമ്പോൾ നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ മിണ്ടിയില്ലല്ലോ. അല്ല, ഇത് കുറെ നാൾ പറഞ്ഞാൽ മതി. ഇത് കുറെ നാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. സർക്കാർ പറയുന്ന ആ കണക്ക് പച്ചക്കള്ളമാണ് പറയുന്നത്. ഞാൻ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. സർക്കാർ പറയുന്നത് 100 കോടി കൊടുക്കണം. സർക്കാർ പറയുന്നത് 100 കോടി കൊടുക്കണമെന്ന് രേഖ വെച്ച് പറയുന്നു. സംസ്ഥാന സർക്കാർ രേഖ വെച്ച് 100 കോടി കിട്ടാണെന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നു കൊടുത്ത കൂടുതൽ. നമുക്കറിയാൻ നിവൃത്തിയില്ല. ആര് പറഞ്ഞ സത്യമൊന്നും ആര് പറഞ്ഞ കള്ളമൊന്നും. ശരി, ഇടവേളയിലേക്ക് പോകണം. ഇന്ത്യൻ എന്റെ പൊന്നു ചേട്ടാ, എന്റെ പൊന്നു ചങ്ങാതി, നിങ്ങൾ ഇങ്ങനെ പറയല്ലേ? ഇന്ത്യൻ പാർലമെന്റിൽ മേശപ്പുറത്ത് വെച്ച ഒരു കാര്യത്തിന് തെറ്റാണ്, കളവാണെങ്കിൽ അവകാശ ലംഘന നോട്ടീസ് കൊടുക്കാം. സുപ്രീം കോടതി പോകാം. നാണമില്ലാത്ത നിങ്ങൾ പറയരുത്. ശ്രീ CR നീലകണ്ഠൻ, ഈ പറയുന്ന ഹരിയാനയിൽ CITU അടങ്ങുന്ന എന്താണ് സംയുക്ത ആന്തോളൻ സമിതി സമരം നടത്തി അവിടുത്തെ BJP സർക്കാർ മൈൻഡ് ചെയ്തിട്ടില്ല. ഗുജറാത്തിലെ സമരത്തിൽ മൈൻഡ് ചെയ്തിട്ടില്ല. മഹാരാഷ്ട്ര സമരത്തിലോ ഹിമാചലിലെ സമരത്തിലോ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. UP സമരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇനി ഈ സംസ്ഥാനത്തിലെ ആശാ വർക്കർമാർ എല്ലാം കൂടി കേന്ദ്രത്തിൽ ഒരു സമരം നടത്തി. ആ സമരത്തെ കേന്ദ്ര സർക്കാർ മൈൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് BJPയുടെ നിലപാടിൽ ആത്മാർത്ഥം അവിടെ നിൽക്കട്ടെ. CR നീലകണ്ഠൻ, ഇനി കേന്ദ്രം പണം തരുന്നില്ലെങ്കിൽ സംസ്ഥാനത്തിന് ഒരു ഉത്തരവാദിത്തം ഇല്ലെന്നാണോ? CR ഈ ചർച്ചയിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് എന്നെ ഒരാൾ വിളിക്കുന്നുണ്ട്. അവർ പ്രീ പ്രൈമറി അധ്യാപികയാണ്. പ്രീ പ്രൈമറി അധ്യാപകരും ആയമാരും 30 വർഷമായി വാങ്ങുന്ന ശമ്പളം എത്രയുണ്ട്? 12,000 രൂപ. 30 വർഷമായി വാങ്ങുന്ന ശമ്പളം. ഈ കഴിഞ്ഞ വർഷം അവർ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങി. 36 നാൾ സമരം, 11 നാൾ നിരാഹാര സമരം. വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു, എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു വിട്ടു. കള്ളം പറഞ്ഞു, ഒന്നും കൊടുത്തില്ല. കോടതിയിലേക്ക് നേരത്തെ പോയി അതിൽ 27,000 രൂപ അവർക്ക് കൊടുക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ടു. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പോയതിൽ ആ പണം കൊടുക്കാൻ പറഞ്ഞതിൽ സർക്കാർ അപ്പീൽ പോയേക്കുക. ശ്രീ CR നീലകണ്ഠൻ, ഈ 12,000 രൂപ വാങ്ങുന്ന ഈ പറയുന്ന സാധുക്കളായ പാവപ്പെട്ട സ്ത്രീകൾ മാത്രമുള്ള പ്രീ പ്രൈമറി അധ്യാപകരും ആയമാരും ഇല്ലാത്ത പണം മുടക്കി കോടതിയിൽ പോയി അനുകൂല നിലപാട് വാങ്ങിച്ചപ്പോൾ കൊടുക്കാതിരിക്കാൻ സർക്കാർ അപ്പീൽ പോയേക്കുക. അപ്പൊ ഇവരോട് മാത്രമല്ല കേട്ടോ ഈ സർക്കാരിന്റെ പ്രശ്നം. CR നീലകണ്ഠൻ, അല്ല, അവിടെ ഞാൻ ഹാഷ്മിയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു നല്ല വാർത്ത ഇന്ന് നിങ്ങൾ തന്നെ പ്രക്ഷേപണം ചെയ്തല്ലോ. KV തോമസ്, അദ്ദേഹത്തിന് ശമ്പളം കൂട്ടിക്കൊടുത്തതിന് എന്തെങ്കിലും ഒരു ഉപകാരം നാട്ടുകാർക്ക് ഉണ്ടാവട്ടെ. അദ്ദേഹം കേന്ദ്രമന്ത്രിയെ കണ്ടു എന്നും ആശാമാർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണം എന്നാവശ്യപ്പെട്ടു എന്നും. എന്തായാലും 26 ദിവസത്തെ സമരത്തിന് ഒരു നല്ല ഫലമുണ്ടായി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതിപ്പോൾ അല്ലല്ലോ, ഇപ്പോൾ പറയേണ്ട കാര്യമല്ലല്ലോ. KV തോമസ് അവിടെ കുറേ കാലമായിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചവിടെ ഇരിക്കുന്നുണ്ട്. ഈ ആശമാരുടെ സമരം കേരളത്തിൽ അത്രയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയപ്പോഴാണ്. എന്താ, ഇവരുടെ സച്ചിദാനന്ദൻ മുതൽ ആനിരാജ വരെയുള്ള ആളുകൾ, CPM-നെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ. ആനിരാജ വരെയുള്ള ആളുകൾ പറഞ്ഞത് റെജി ലൂക്കോസ് കേട്ടോന്ന് എനിക്കറിയില്ല, ഇളമരകരിയും കേട്ടിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇനി എന്തായാലും അത് നല്ലൊരു കാര്യം. അവിടെ വെച്ച് അവർക്ക് കൂട്ടി കിട്ടുകയാണെങ്കിൽ കേന്ദ്രം കൊടുത്താലും കൊള്ള, സംസ്ഥാനം കൊടുത്താലും കൊള്ള, അവർക്ക് കിട്ടട്ടെ. നേരത്തെ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പ്രധാന കാര്യം, ആരോഗ്യവും വിദ്യാഭ്യാസവും കേരളം വളരെ വ്യത്യാസമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു നടക്കുന്നത്. സത്യത്തിൽ കേരളം ആരോഗ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഈ ആശാവർക്കർമാരുടെ വരവ് തന്നെ ഒരു വേറെ രീതിയിലാണ്. കാരണം ഔപചാരികമായ ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ആശാവർക്കർമാർ വന്നതെന്ന് നമ്മൾ മറക്കരുത്. അതവിടെ നിൽക്കട്ടെ.
അത് വേറെ ഒരു ലോകബാങ്ക് പ്രോജക്റ്റാണ് ആശ, അല്ലാതെ വേറെ ഉണ്ടായതൊന്നുമല്ല. റെജി ലൂക്കോസിന്റെ പാർട്ടിയും കോൺഗ്രസും ചേർന്നിരുന്ന് കേന്ദ്രത്തിൽ ഉണ്ടാക്കിയ പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. അന്നാണ് അദ്ദേഹം പറഞ്ഞ് ഇവരെ വളണ്ടിയർ ആക്കരുത്, ഇവരെ തൊഴിലാളികളാക്കണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. അതവിടെ നിൽക്കട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം, ഇവര് ഈ എന്താണ് ചെറിയ സംഘടനയാണ്, കുറച്ചാളുകളേ ഉള്ളൂ, പാട്ടപ്പിരിവ് നടത്തുന്നവരാണ്, വഴി കാണുന്നവരാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം റെജി ലൂക്കോസിന്റെ നേതാക്കന്മാർ ആലോചിക്കേണ്ടത്, ഈ ഹരിയാനയിൽ CITU എന്ന് പറഞ്ഞ പാട്ടപ്പിരിവ് നടത്തുന്ന സംഘടന തന്നെയാണ് കാശ്മി. അവിടെ അവർക്ക് എത്ര ആളുണ്ട്? ഗുജറാത്തിൽ എത്ര ആളുണ്ട്? നമ്മൾ കണ്ടാലുള്ളൂ തെരഞ്ഞെടുപ്പിലൊക്കെ എത്ര ആളുണ്ട്. അപ്പൊ ചെറിയ സംഘടന കേന്ദ്ര സംഘടനയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഇവർക്കും കേന്ദ്ര സംഘടനയാണ്. പ്രശ്നം അതല്ല. ഇവിടെ ഇവർ ചെറിയ സംഘടനയാണ് നടത്തുന്നതെന്നൊക്കെ പറയുന്ന ആ തെറ്റായ സംഗതി ഉണ്ടല്ലോ. ഒരു വിഷയം ഒരു സമൂഹത്തിലേക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഏതൊരാൾക്ക് പോലും അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് സച്ചിദാനന്ദൻ പറഞ്ഞൊരു കാര്യം. സച്ചിദാനന്ദന്റെ ആ കുറിപ്പ് റെജി ലൂക്കോസ് ഒന്ന് വായിച്ചാൽ മതി, ഇപ്പം മനസ്സിലാവും. എളമരം കരീമിനെ അതിനിശിതമായി പേരെടുത്ത് തന്നെ പറഞ്ഞ വിമർശിക്കണത്. എന്താ കാര്യം? വർഗ സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ എന്ന ചോദ്യം. അതാണ് ആഷ്മി നേരത്തെ ചോദിച്ചതുമായി ലിങ്ക് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ നവകേരളം ഉണ്ടാക്കും, മറ്റൊന്നുണ്ടാകും. അദ്ദേഹം PSC ശമ്പളം പറഞ്ഞു. PSC ശമ്പളം പറയുമ്പോൾ റെജി ലൂക്കോസ് ഒരു കാര്യം കൂടി അറിയേണ്ടത്, കർണാടകയിൽ കൊടുക്കുന്ന PSC ശമ്പളം കേരളത്തിൽ കൊടുക്കാം. പക്ഷേ കർണാടകയിൽ 7 മെമ്പർമാരേ ഉള്ളൂ PSCയിൽ, ഇവിടെ 20 21 മെമ്പർമാരുണ്ട് എന്ന് ആലോചിക്കുക. അപ്പോൾ കൂടുതലുള്ളൂ. ഇനി കർണാടകത്തിലോ ഹരിയാനയിലോ ഉള്ള ദിവസ ചിലവല്ല കേരളത്തിലുള്ളതെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ താരതമ്യം ചെയ്യുമ്പോൾ വേറെ ചില കാര്യങ്ങളുമുണ്ട്, അത് നമ്മളെല്ലാം കണക്കാക്കണം. ഇനി BJPയുടെ ആത്മാർത്ഥത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല, അതല്ല വിഷയം. അതവർ ഇപ്പം സമരത്തിന് വരുമ്പോൾ അവർ വരും, സമരത്തിൽ എല്ലാവരും കയറി വരും. ആറന്മുള സമരത്തിൽ റെജി ലൂക്കോസിന് അറിയാലോ, മറ്റേ കുമ്പനൻ രാജശേഖരൻ്റെ പന്തലിലാണ് VS അച്യുതാനന്ദനും പിണറായി വിജയനും പന്നിയൻ രവീന്ദ്രനും ഞാനടക്കം വന്നത്. അദ്ദേഹമാണ് കൺവീനർ സമരസമിതിയുടെ. ആ സമരത്തിലാണ് വന്നത്. അതൊക്കെ വരും, സമരത്തിൽ അതൊക്കെ വരും, ഞാൻ അതിലൊരു തെറ്റും കാണുന്നില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം നമ്മൾ നവകേരളം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആളുകളെ കുറിച്ച് പ്രീ പ്രൈമറി താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ ചിത്രം ഒന്ന് പ്രേക്ഷകരെ കാണിച്ചോട്ടെ. ഈ പറയുന്ന അണ്ണാ ഹസാരയുടെ സമരകാലത്താണ്. അണ്ണാ ഹസാരയുടെ സമരം ഇത് RSS സ്പോൺസേഡ് സമരമാണ് എന്നൊക്കെ പിന്നീട് പല ആൾക്കാർ വിമർശനം ഉന്നയിച്ചു. ഇതേ സമരത്തിൽ അണ്ണാ ഹസാരയ്ക്ക് ഇടം വലവിരിക്കുന്നത് ഒന്ന് ബൃന്ദാക്കാരായിട്ടാണ്, ഒന്ന് BJPയുടെ നേതാവാണ്, ഇപ്പുറത്ത് CPയുടെ നേതാവ് ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സമരത്തിൽ ഒന്ന് സുരേഷ് ഗോപി വന്നു, അത് കാരണം ആ സമരം മൊത്തം റദ്ദാണ്. ആ സമരം സംഘപരിവാർ സ്പോൺസേഡ്. അതിനു മുമ്പ് MP ഗോവിന്ദൻ പറഞ്ഞ എന്താ? അതിനും MP ഗോവിന്ദൻ പറഞ്ഞ എന്താണ്? CR അത് SDPI ആണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്. CR ദയിലാണ് ഇവിടെ പത്രത്തിന്റെ എന്താണ് ഇവിടെ കേന്ദ്ര സർക്കാർ എന്ന രീതിയിൽ ഒരു പത്രക്കുറിപ്പ് വരികയും അത് വാർത്ത കൊടുത്തു ചെയ്തു. ഇവിടുത്തെ ചില മാധ്യമപ്രവർത്തകരൊക്കെ അങ്ങ് ഇറങ്ങിയില്ലേ, അങ്ങ് ഭയങ്കര മാധ്യമ ജാഗ്രത, അയ്യോ എന്തൊരു പ്രശ്നം. CR ദയിലാണ്ടൻ ഈ പാവങ്ങളുടെ സമരം പൊളിക്കാൻ വേണ്ടിയാ. ആലോചിച്ച് നോക്കണം. ഇവിടെ വിഴിഞ്ഞത്ത് കുറേ അധികം സമരം വരുന്നില്ല ആൾക്കാർ. പാർട്ടി മുഖപത്രത്തിന്റെ ഫ്രണ്ടിൽ തീവ്രവാദികൾ എന്ന് 5 വാർത്ത അടിച്ചില്ലേ, ഭീകരവാദികൾ, മാവോയിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്ന് ഇവർക്ക് മാധ്യമ ജാഗ്രത ഇല്ല, ഇപ്പോഴേ ഉള്ളൂ. ഈ പാവങ്ങളോടെ ഉള്ളൂ മാധ്യമ ജാഗ്രത. CR അതാ ഞാൻ പറഞ്ഞേ, സച്ചിദാനന്ദന്റെ വാക്കാ ഞാൻ ഉപയോഗിക്കുന്നത്. വർഗ സിദ്ധാന്തം, ഏത് വർഗത്തിനൊപ്പമാണ് നമ്മൾ എന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രയോറിറ്റി. ഇവിടെ ആശാവർക്കർമാരുടെ 10% ഇവരുടെ കൂടെ ഉള്ളൂ തന്നെ വെക്കുക, ആയിക്കോട്ടെ. പക്ഷെ എല്ലാ ആശാവർക്കർക്കും കിട്ടുമല്ലോ കൂടിക്കഴിഞ്ഞാൽ. എൻ്റെ റെജി ലൂക്കോസ് ലോകത്തെ എല്ലാ സ്ഥല സമരങ്ങൾക്കും മുഴുവൻ ആളുകൾ ഇറങ്ങി സമരവും ചെയ്തിട്ടില്ല. CITU സമരം ചെയ്യുമ്പോഴില്ല, മറ്റേ ATU സമരം ചെയ്യുമ്പോഴില്ല, BMS സമരം ചെയ്യുമ്പോഴില്ല. പണിമുടക്കാനൊക്കെ വരുന്ന വളരെ ചെറിയൊരു വിഭാഗമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പോലും എത്ര കുറച്ച് ആളെ പങ്കെടുത്തിട്ടുള്ളൂ. അതല്ല വിഷയം. എത്ര ആൾ വരുന്നു എന്നുള്ളതോ അവർക്ക് എത്ര പേരുടെ പാർട്ടി പിന്തുണയുണ്ടോ എന്നുള്ളതല്ല വിഷയം. അവരുടെ വിഷയം ഇപ്പോൾ റെജി ലൂക്കോസിനെ സംബന്ധിച്ചു ആ വിഷയം ശരിയാണ്. 232 രൂപയ്ക്ക് കേരളത്തിൽ ആർക്കും ജീവിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ബംഗാളി ജീവിക്കാൻ കഴിഞ്ഞേക്കും, ഒരുപക്ഷെ ഗുജറാത്തി ജീവിക്കാൻ കഴിഞ്ഞു. കാരണം അവരുടെ ജീവിത നിലവാരം അതാണ്. നമ്മുടെ സാമൂഹിക ജീവിത നിലവാരം വേറെയാണ്. ഇവിടുത്തെ കർഷക തൊഴിലാളിക്ക് 900-1000 രൂപ കൊടുക്കണം. അതേ കർഷക തൊഴിലാളി ബംഗാളിൽ നിന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്ത് ഇവിടുന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുപോകണമല്ലോ കാശ് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? 36 കൊല്ലം ഈ പാർട്ടി ഭരിച്ച ബംഗാളിൽ നിന്ന് ആളും ഇങ്ങോട്ട് വരണേ. എന്താ കാര്യം? പ്രശ്നം തൊഴിലാളി വർഗത്തിനോട് താല്പര്യമുണ്ടോ എന്നതാണ് ചോദ്യം. വർഗം അവിടെ തന്നെയാണ്. ആശാ വർക്കർമാരാണോ, PSC മെമ്പർമാരാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗക്കാരാണോ, ആരോടാണ് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അഷ്മി. അത് തന്നെയാണ് പ്രശ്നം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തൊഴിലാളികളെ അടിച്ചമർത്തണം. ഇപ്പൊ ചില ആളുകൾ 80 മണിക്കൂർ 90 മണിക്കൂർ വേണം ആഴ്ചയിൽ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മൾ കേൾക്കില്ലേ? അതൊക്കെ തന്നെയാണ് ഈ ആശാവർക്കർമാർ എത്ര മണിക്കൂർ ചെയ്യുന്നുണ്ട്, കോവിഡ് കാലത്ത് ഇവർ എത്ര മണിക്കൂർ ചെയ്തു, ആ കണക്ക് പറയണം. ഇനി ചർച്ചയ്ക്ക് വിളിക്കുന്ന കാര്യം, ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദ. വിളിക്കാതിരുന്നതിന് കാരണം എളമരം കരീം പറഞ്ഞതാണ്. എന്താ, ഇവർ ഈർക്കിൽ പാർട്ടിയാണ്, അല്ലെങ്കിൽ ഹർഷകുമാർ പറഞ്ഞതാണ്, അതുകൊണ്ടാ ചർച്ചയ്ക്ക് വിളിക്കാതിരുന്നത്. അവിടെയാണ് പ്രശ്നം. അല്ല, ഇവിടുത്തെ CPM അടിസ്ഥാന വർഗ പ്രത്യയശാസ്ത്രം അതൊക്കെ പോട്ടെ.
മനുഷ്യർ എന്ന പരിഗണന ഉണ്ടാവണം. ഇനി ആശമാർ സമരം അവർക്ക് മുന്നിൽ മുട്ടുമടക്കിപ്പോയി എന്ന പൊളിറ്റിക്കൽ ഈഗോ പ്രശ്നമാണെങ്കിൽ CITUവിനെ കൊണ്ട് അവരുടെ എളമരം ഗെയിമിൽ ലെറ്റർപാടിൽ ഒരു കത്തെഴുതി മേടിച്ചൂടെ? ആശാ വർക്കർമാരുടെ പണം 10,000 രൂപ കൂട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ CITUവിന്റെ ആവശ്യത്തിന് കൂട്ടിക്കൊടുത്തൂടെ? സിആർ എന്തെങ്കിലും ചെയ്യണ്ടേ ഇവർ? അല്ല, CITU ആവശ്യമായിട്ട് കൂട്ടിക്കൊടുക്കാൻ അല്ല, അത് ടാക്ടിക്കലായി അവർ ചെയ്യേണ്ട ഒരു കാര്യം. അത് അവർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് ചെയ്യാതിരിക്കുന്നത് സർക്കാരിൻ്റെ വേറെ ചില കടമ്പിടുത്തങ്ങളാവും. അവിടെ ഞാൻ പറഞ്ഞേ, പ്രീ പ്രൈമറി അധ്യാപകർക്കുള്ള ശമ്പളം കൊടുക്കാൻ കോടതി പറഞ്ഞിട്ട് അതിനെതിരെ സുപ്രീം കോടതിയിൽ സർക്കാരിൻ്റെ പണം ചെലവാക്കി അപ്പീൽ പോയ ആളുകളാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ ക്ലാസ് നിലപാടെന്ന് പറയുന്നത്. ഞാൻ സച്ചിദാനന്ദൻ്റെ വാക്ക് ഉദ്ധരിച്ചത് അതുകൊണ്ടാണ്, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ്റെ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇവരെ എല്ലാ കാര്യത്തിലും പിന്താങ്ങുന്ന ആളാണ്. ആ അർത്ഥത്തിലാണ് വളരെ കൃത്യമായി ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇവിടെ പ്രീ പ്രൈമറി അധ്യാപകരാണെങ്കിലും ആശാ വർക്കേഴ്സ് ആണെങ്കിലും ഇങ്ങനെ പല വിഭാഗങ്ങളും ഉണ്ട് കേരളത്തിൽ നിൽക്കുമ്പോൾ അവർ കേരളത്തിലെ അരി മേടിച്ച്, കേരളത്തിലെ തുണി മേടിച്ച്, കേരളത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് അയച്ച് ജീവിക്കേണ്ട ആളുകളാണ്. അവർക്ക് ഇത് കൊടുക്കണം എന്ന് കേന്ദ്രമാണ് കൊടുക്കാത്ത നിൽക്കുക. എന്നാൽ ഇപ്പം നേരത്തെ ചെയ്താൽ പോരെ, ഇപ്പോഴല്ലല്ലോ. എന്തിനാ കെ വി തോമസ് ഇന്ന് രാവിലെ പോയത്? ഇന്ന് രാവിലെ നിർമ്മലാ സീതാരാമനെ കാണാൻ പോയത് 26 ദിവസത്തിന് മുമ്പ് പോയിരുന്നുവെങ്കിൽ ഇവർ മുമ്പ് പണി മുടക്കിയപ്പോൾ, മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അപ്പം പോകാമായിരുന്നല്ലോ. ഈ വിഷയം വിളിച്ച് വീണാ ജോർജ് വിളിച്ച് സംസാരിക്കുമ്പോൾ അപ്പം പോകാമായിരുന്നല്ലോ, ഞങ്ങൾക്ക് കേന്ദ്രം പൈസ തന്നാൽ തരാം, ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാണല്ലോ. അതിന് പകരം ഈർക്കിൽ പാർട്ടിയാണ്, മറ്റതാണ് മറിച്ചതാണ്, കുഞ്ഞു സംഘടനയാണ്, കുറച്ചാളുകളെ ഉള്ളൂ സമരത്തിൽ മതി. പക്ഷേ ഒരു കാര്യം റെജി ലൂക്കോസ്, CITUവിൽ പെട്ട ആശാ വർക്കർമാരുടെ ഉള്ളിലും ഇവർക്ക് കൂട്ടിക്കൊടുക്കണമെന്നല്ലേ ഉണ്ടാവുക. അതാണ് തൊഴിലാളി വർഗ്ഗബോധം. എനിക്ക് കിട്ടണമെന്നല്ലേ CITUവിലുള്ള ആശാ വർക്കർ വിചാരിക്കുക. ഇനി INTUC ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അവരുണ്ടെങ്കിലും BMS ഉണ്ടെങ്കിലും അവിടെയുള്ള ആശാ വർക്കർ എന്താ വിചാരിക്കുക? ആ കാശ് കൂട്ടി കിട്ടിക്കോട്ടെ, ഇവർക്ക് കിട്ടിയാൽ ഇവർക്ക് മാത്രമായിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ അവിടെയാണ് അതിൻ്റെ പ്രശ്നം. അവിടെ തന്നെയാണ് ഇപ്പം എല്ലാ അതേ പറഞ്ഞു. ഹരിയാനയിൽ CITU പാട്ട സംഘടന തന്നെയാണ്, ഗുജറാത്തിലുമാണ്, UPയിലുമാണ്. കാരണം അവർ വലിയ സംഘടനയൊന്നുമല്ല അവിടെ, നമുക്കറിയാം. പക്ഷെ അവർ സമരത്തിന് പോയി, അത് വർഗ സ്വഭാവമാണ്. അതേ സ്വഭാവം എന്തുകൊണ്ട് ഭരണത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും 2 സ്വഭാവം വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. ശരി പോട്ടെ. അല്ല സിആർ, എന്നാൽ ഭരണത്തിലിരിക്കുന്നതിന്റെ പ്രശ്നമാണ്. എന്നാൽ അവരെ ആ രീതിയിൽ വേണ്ട. ഇത് ആലോചിച്ച് നോക്കൂ. CITU പോലെ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ശക്തിയുള്ള ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഈ പാവങ്ങളുടെ സമരം പൊളിക്കാൻ വേണ്ടി തെരുവിലിറങ്ങുക. ആ സമരം പൊളിക്കാൻ വേണ്ടി തെരുവിലിറങ്ങി എന്താണ് ഈ പറയുന്ന സമരത്തിനെതിരെ പ്ലക്കാർഡ് പിടിക്കുകയാണ്, ആ പറയുന്ന സമരത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്, അതിൻ്റെ കോർണർ മീറ്റിങ്ങുകൾ അതിൻ്റെ നേതാക്കൾ ഈ പാവങ്ങളെ തെറി വിളിക്കുകയാണ്. സിആർ എന്ത് പോക്കാത്, അതെന്ത് ട്രേഡ് യൂണിയനാത്? പോട്ടെ, നമ്മുടെ വിഷയം. ശ്രീമതി ജയാവി ഇവിടെ ഈ പ്രീ പ്രൈമറി പാവപ്പെട്ട പ്രീ പ്രൈമറി അധ്യാപകരടക്കം ആയമാരടക്കം സർക്കാരിനോട് ചോദിച്ച് കിട്ടാത്ത കോടതിയിൽ പോയി കോടതി അനുകൂല നിലപാടുണ്ടായി അതിനെതിരെ അപ്പീൽ പോകുന്നതിനെ വിളിക്കേണ്ടത് ഇടതുപക്ഷ വിരുദ്ധ നിലപാടെന്നും അടിസ്ഥാന വർഗ വിരുദ്ധ നിലപാടെന്നും തർക്കമില്ല. ആശമാരുടെ സമരത്തെ വാക്കുകൊണ്ട് അധിക്ഷേപിക്കുന്നതും അവഗണിക്കുന്ന നിലപാടിനെ വിളിക്കേണ്ടത് ഇടതുപക്ഷ വിരുദ്ധ നിലപാടെന്ന് തന്നെയാണ്. ഒരു തർക്കമാക്കാതെ നിങ്ങൾക്ക് സമരം ചെയ്യാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ശ്രീമതി ജയാവി, നിങ്ങളുടെ സമരത്തിന് പിന്തുണയുമായി BJP നേതാക്കൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മഹിളാ മോർച്ച മാർച്ച് നടത്തുമ്പോൾ നിങ്ങൾ ക്ലാരിറ്റിയോടെ പറയണം, ഈ സംസ്ഥാനം മാത്രമല്ല കേന്ദ്രം കൂടി ഞങ്ങളുടെ ഈ ദുരിതത്തിന് ഉത്തരവാദികളാണ്. നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. ശ്രീമതി ജയാവി, കേട്ടില്ല. ഞാൻ ചോദിക്കുന്നത് കേൾക്കാമോ മാഡം? അവസാനം പറഞ്ഞത് കേട്ടിട്ടില്ല. ഞാൻ ചോദിച്ചത് ഇവിടെ ഗുജറാത്തിലടക്കം BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലും വളരെ തുലവും തുച്ഛമാണ് നിങ്ങൾ ചെയ്യുന്ന അതേ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം. ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഇവിടെ സമരം നടത്തുന്ന ഒരു തർക്കമാക്കാരത്തില്ല. ആ സമരപരിഹാരം ഉണ്ടാക്കാൻ ഇടതുപക്ഷ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധ പണിയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് ശ്രീമതി ജയാവി, ഈ പറയുന്ന B. ഗോപാലകൃഷ്ണന്റെ പാർട്ടി, അതിന്റെ നേതാക്കൾ നിങ്ങളുടെ സമരപന്തലിലേക്ക് എത്തുമ്പോൾ, നിങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്ലാരിറ്റിയോടെ പറയണം, നിങ്ങൾ ഈ കാണിക്കുന്നത് രാഷ്ട്രീയമാണ്. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളും കൂടിയാണ് ഞങ്ങളുടെ ഈ ദുരിതത്തിന്റെ കാരണക്കാർ എന്ന് ഉറക്കെ പറയാൻ നിങ്ങൾ കഴിയണം ശ്രീമതി ജയാവി. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. റെജി ലൂക്കോസ്, ഇവിടെ സുരേഷ് ഗോപി അവരുടെ സമരപ്പന്തൽ പോയി. ശരി, സുരേഷ് ഗോപി അവരുടെ സമരപ്പന്തൽ പോയപ്പോഴേക്കും ഉടനെ എല്ലാവരും ഇറങ്ങിയില്ലേ? ഉടനെ ഉള്ള CPM നേതാക്കളും CITUക്കാരെല്ലാം കൂടെ ഇറങ്ങിയില്ലേ? CITUവിൻ്റെ നേതാവ് വൃത്തിയോട് പറഞ്ഞില്ലേ? ഉടനെ പാർട്ടി മാധ്യമപ്രവർത്തകർ എല്ലാം കൂടെ അത് വലിയ മാരകമായ കുറ്റമാക്കിയില്ലേ? എന്താണ് ഈ പറഞ്ഞ പത്രക്കുറിപ്പ് ഇറങ്ങിയപ്പോഴേക്കും ഉടനെ എല്ലാവരും മാധ്യമ ജാഗ്രത ഉണ്ടാക്കിയില്ലേ?
റെജി ലൂക്കോസ്, അടിസ്ഥാനപരമായി വേണ്ടതെന്നാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടത്. അടിസ്ഥാന വർഗ്ഗക്കാരെ കുറച്ച് സ്ത്രീകളവിടെ സമരത്തിലിരിക്കുമ്പോൾ അടിയന്തരമായി അവരെ വിളിച്ച് അവർക്കൊരു സമരപരിഹാര ഫോർമുല മുന്നോട്ട് വെക്കലാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാത്ത എന്താണ് റെജി ലൂക്കോസ്? നിങ്ങൾ ആദ്യത്തെ വീണ ജോർജിന്റെ ചർച്ചയുടെ കാര്യം പറയല്ലേ, അത് പ്രിമച്ചർ ചർച്ചയായിരുന്നു. അല്ല ആഷ്മി, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അവരെ പോലുള്ള കാണിച്ച ക്ഷമ ഒരല്പം എന്നോടും കാണിക്കണം. സുരേഷ് ഗോപി മണിക്കൂറുകൾക്കിടെ 2 തവണ ആ പാവങ്ങളുടെ സമരപ്പന്തലിൽ ഐക്യദാർഢ്യം എന്ന കാപട്യം കാണിച്ചു. ഇതേ സുരേഷ് ഗോപിയോട് ഈ പാവങ്ങൾ എന്തുകൊണ്ടാണ് കേന്ദ്ര മന്ത്രിസഭയിലെ ഈ കേന്ദ്ര സർക്കാരിലെ ഒരു അംഗമായ ഒരു സഹമന്ത്രി വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പണം പിടിച്ചു വെച്ചിരിക്കുന്നത്, തന്നുകൂടെ എന്ന് ചോദിച്ചില്ല. അവർക്ക് ഭയമായിരിക്കാം. ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയെ പോയി കണ്ടു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾ വരെ ടെലികാസ്റ്റ് ചെയ്തു ആ റിപ്പോർട്ട്. മാധ്യമങ്ങളോട് അച്ചടിച്ചു വന്ന് മന്ത്രിയെ കണ്ടു എന്ന് പറഞ്ഞു. ഒരൊറ്റ രൂപ പോലും കൊടുക്കാനായിട്ട് ആ കേന്ദ്രമന്ത്രി തയ്യാറായിട്ടില്ല. അപ്പൊ പിന്നെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എന്ത് വരെയാണ്? എന്നാൽ കെ വി തോമസ് ബഹുമാനപ്പെട്ട നിർമ്മലാ സീതാരാമനെ 12:30 കണ്ടപ്പോൾ അല്ലല്ല ഗോപാലകൃഷ്ണൻ, ഞാൻ പൂർത്തീകരിക്കട്ടെ, നിൽക്കൂ. റെജി ലൂക്കോസ് പറയുന്നത് സംസ്ഥാന സർക്കാർ നിലപാടാണ്. പറയട്ടെ, സർക്കാർ പറയുന്ന കാര്യം തന്നെയാണ്. സർക്കാർ രേഖാമൂലം പറഞ്ഞ കാര്യം ഇത്. ഞാൻ പറയട്ടെ, റെജി ലൂക്കോസ് പറഞ്ഞ സർക്കാർ രേഖാമൂലം പറയുന്ന കാര്യം. നിങ്ങൾ ഈ പാവങ്ങളുടെ പേരിൽ നാണം കെട്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിന് തടയാൻ വരുന്നേ ഇല്ലാന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. താങ്കൾ രേഖാമൂലം പറയുന്നത് പോലെ രേഖാമൂലം സംസ്ഥാന സർക്കാർ സഭയ്ക്കകത്ത് പറഞ്ഞ് കണക്കാ പറയുന്നത് റെജി ലൂക്കോസ്. റെജി ലൂക്കോസ് പറയട്ടെ മന്ത്രി വീണ ജോർജ് കേന്ദ്ര സർക്കാർ റിലീസ് ചെയ്യാനുള്ള 120 കോടി രൂപ രേഖ നിയമസഭയിൽ അവതരിപ്പിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതി പോകാൻ പറ്റില്ല നുണയെന്നും പറഞ്ഞുകൊണ്ട് 170 കോടി രൂപ കിട്ടിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ വസ്തുതാപരമായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് നിഷേധിക്കായിരുന്നത്? 10 പൈസ തരാനില്ല. വായി തോന്നി വിളിച്ചു. നിങ്ങൾ എന്തെങ്കിലും ഇല്ല 100 കോടി കിട്ടാനുള്ള കാര്യം നിയമസഭയിൽ പറഞ്ഞ BJP കോടതി പോ. പറയാൻ പറ്റില്ല. 100 കോടി തരാനുള്ള കാര്യം BJP 100 കോടി കിട്ടാനുള്ള കാര്യം നിയമസഭയിൽ പറഞ്ഞതാ ആരോഗ്യമന്ത്രി. നിങ്ങൾ കോടതി പോ. നിങ്ങൾ കോടതി പോ. സുപ്രീം കോടതിയില് അതുകൊണ്ട് കണക്കിന് കാര്യം അവിടെ നിൽക്കട്ടെ. അതാ ഞാൻ പറഞ്ഞേ, ഈ കണക്കിന് കാര്യം അവിടെ നിൽക്കട്ടെ. അവിടെ കിട്ടാനുണ്ടെന്ന് ഇവിടെ പറയും, തരാനും നിങ്ങളും പറയും, നമ്മൾ ഇടയ്ക്കെടുത്ത് വിടും. അത്ര അതുകൊണ്ട് കണക്കിന് കാര്യം അവിടെ നിൽക്കട്ടെ. കണക്കിന് കാര്യം അവിടെ നിൽക്കട്ടെ. റെജി പറയൂ. അത് അയാളോട് പറ. കേന്ദ്ര സർക്കാരിനെതിരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചെങ്കിൽ ആ മന്ത്രിക്കെതിരെ രാഷ്ട്രപതിക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കാം. നിങ്ങൾക്കറിയോ ഇന്ത്യൻ നിയമം അത് അനുശാസിക്കുന്നത്. എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? സുരേഷ് ഗോപി എന്തിനു വരില്ല? പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ചോദിക്കോ. BJP എന്ന് പറയുന്ന പാർട്ടി കേന്ദ്ര പാർട്ടിയല്ലേ? ഇവരുടെ കേന്ദ്ര ഘടകത്തിൽ നിന്ന് സ്വതന്ത്രമായോ കേരളത്തിൽ? അങ്ങനെ ആയെങ്കിൽ അത് ഓർത്തു പറയൂ. നിങ്ങൾ എന്തിനാണ് അവിടുത്തെ ഗുജറാത്തിലെയും നക്കാപ്പിച്ച 1000 കൊടുക്കുന്ന UP-യിലെയും കാര്യങ്ങൾ അവര് നോക്കിക്കോളെന്ന് പറഞ്ഞത്? നിങ്ങളല്ലേ അവിടെ ഭരിക്കുന്നത്? അവര് മനുഷ്യരല്ലേ? തൊഴിലാളിയുടെ വേദന അത് രാജ്യത്ത് എവിടെയാണെങ്കിലും ഒരേ വേദനയാണ്. തൊഴിലാളിയുടെ വേദന കേരളത്തിൽ വേദന കൂടുതലും ഗുജറാത്തിൽ വേദന ഇല്ല, അങ്ങനെ ഇല്ലല്ലോ. തൊഴിലാളിയുടെ വേദന എല്ലായിടത്തും ഒരേ വേദനയാ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങൾ 21,000 രൂപ ആശമാർക്ക് കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഗുജറാത്തിൽ കൊടുക്കണമെന്ന് പറയണം, നിങ്ങൾ ഹരിയാനയിൽ കൊടുക്കുമെന്ന് പറയണം, നിങ്ങൾ മഹാരാഷ്ട്രയിൽ കൊടുക്കുമെന്ന് പറയണം. അല്ല ഞാൻ പറഞ്ഞത് പിരിച്ചുവിടാൻ പറഞ്ഞ തിട്ടൂരത്തിലെ കിരാതത്വം പറയല്ലേ? ഇവിടെ ഉണ്ട് കേട്ടോ ഒരു തിട്ടൂരം. ഞാൻ പറയുന്നത് UP-യിൽ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ ഇൻഡാസിനെ പറ്റി പറയല്ലേ? ഇവിടെയും കൊടുത്തവർക്ക് ഇൻഡാസ്. 2021 പ്രകടന പത്രികയില് എഴുതി വെച്ചത് ആരാ? ശരി നിർമ്മലാ സീതാരാമൻ ഓർമ്മയിലുണ്ട്. അതിന് ഉത്തരം പറ. നിർമ്മലാ സീതാരാമൻ പ്രളയകാലത്തും ശരി ഞാൻ ജയിലിട്ട് പോകട്ടെ പ്ലീസ്. ഗോപാലകൃഷ്ണൻ വക്കീലെ, താങ്കൾ ഹാഷ്മി ചോദിച്ച ഒറ്റ വാക്കിൽ താങ്കൾക്ക് മറുപടി ഇല്ലായിരുന്നു. ഈ സമരത്തിന്റെ മുമ്പിൽ ശരി ഞാൻ ജയിക്കട്ടെ. ശ്രീമതി ജയാവി എന്റെ ചോദ്യം എന്തായിരുന്നു? അല്ല പ്രശ്നം വരും. പറയേണ്ടത് ജയാണ്. ശ്രീമതി കാര്യത്തിൽ
ഓക്കെ എന്റെ ചോദ്യത്തിന് ഗോപാലകൃഷ്ണനെ പോലെ ശരി, 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 ഓക്കെ, 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 ഓക്കെ. ഓക്കെ. അത് 7000-ൽ നിന്ന് 10,000 ആക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞ ആവശ്യം 10,000 ആക്കണമെന്നുള്ള. ഇവിടെ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 1,500 രൂപ കിടക്കുന്നുള്ളൂ കേട്ടോ ഇപ്പോഴും. ഞാൻ അങ്ങനെ എത്താൻ ബി ഞാൻ അങ്ങനെ ഉറപ്പായി എത്തും. ശരി, ഞാൻ അങ്ങനെ ഉറപ്പായി എത്തും. ഞങ്ങൾ പ്രകടന പത്രികയിൽ അല്ല, അതുകൊണ്ട് കൊടുക്കേണ്ടതാണോ? അതുകൊണ്ട് കൊടുക്കേണ്ടതാണോ? വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. അല്ല, ഞാൻ ഒരു ഒറ്റ ഞാൻ ശരി, ഞാൻ എന്റെ സമയമല്ലേ, എന്റെ സമയം. അതെ 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 ശ്രീമതി ജയാവി, എന്റെ ചോദ്യം എന്താണെന്ന് അറിയോ? എന്റെ ചോദ്യം എന്താ? എന്റെ ചോദ്യം ഇവിടെ മഹിളാ മോർച്ച നിങ്ങൾക്ക് ഐക്യദാർഢ്യ സമ്മേളനം, ഇവിടെ ശോഭാ സുരേന്ദ്രൻ നിങ്ങളുടെ സമരപന്തൽ വരുന്നു, ഇവിടെ വി മുരളീധരൻ വരുന്നു, ഇവിടെ എന്താണ് സുരേഷ് ഗോപി വരുന്നു. കാര്യമൊക്കെ ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും സമരത്തിൽ നേതാക്കളൊക്കെ പോകും. പക്ഷേ അവർ വരുമ്പോൾ നിങ്ങൾ പറയണം, കേന്ദ്രമേ സംസ്ഥാനത്തോടൊപ്പം തന്നെ നിങ്ങളും ഞങ്ങളുടെ ദുരിതത്തിന് ഉത്തരവാദികളാണ്, നിങ്ങൾക്കൂടി വിചാരിച്ചാൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും, നിങ്ങൾ അതിന് വിചാരിക്കണം, അതല്ല നടത്തും നിങ്ങളുടെ ഐക്യദാർഢ്യ നാടകമാണ് എന്ന് പറയാൻ കഴിയണം നിങ്ങൾക്ക്. ശ്രീമതി ജയാവി. സാർ, ഞങ്ങൾ ഇതുവരെ ഒരു കൊടിയുടെ കീഴിലല്ല അവിടെ സമരത്തിന് ഇരിക്കുന്നത്. അതൊന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഞങ്ങൾ ഒരു കൊടിയുടെ കീഴിലല്ല അവിടെ സമരമായിട്ടിരിക്കുന്നത്. അവിടെ വന്നിട്ടുള്ളവർക്കറിയാം, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ വന്നത് പല പാർട്ടിക്കാരും വന്നും മാത്രമല്ല വഴിയെ പോകുന്ന പല ആൾക്കാരും അവിടെ വരുന്നുണ്ട്. കാരണം പലരെയും അതായത് നമ്മൾ ആതിഥേയ മര്യാദ കാണിക്കുന്നവരാണല്ലോ കേരളത്തുകാർ. വന്നവരെ ആരെയും ആട്ടിപ്പായിക്കാറില്ല. പക്ഷേ അവിടെ വരുന്ന ഐക്യദാർഢ്യം പറഞ്ഞിട്ട് ആൾക്കാർ പോകാറുണ്ട്. എന്ന് വെച്ച് ഞങ്ങൾ അവിടെ വന്ന് നോക്കിയാൽ അറിയാലോ, ഒരു കൊടിയുടെ കീഴിലും അല്ല ഞങ്ങൾ അവിടെ സമരം ഇരിക്കുന്നത്. ഇവിടെ അവിടെ വഴി കൂടി പോകുന്ന എല്ലാവരും വരുന്ന പോലെ അല്ല ബി ജെ പി നേതാക്കൾ വരുന്നത്. ബി ജെ പി നേതാക്കൾ വരുന്നത് എങ്ങനെയാണ്? ബി ജെ പി നേതാക്കൾ ഈ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളാണ്. കേന്ദ്രം ഒരൊറ്റ മിനിറ്റ് അല്ല ഒരു പൊടിക്കണം. ഞാൻ ചോദിക്കല്ലേ, ജയോട് ചോദിക്കല്ലേ, അല്ല പ്ലീസ് ഞാൻ ചോദിക്കാം, ഞങ്ങൾക്ക് വരാം. അല്ല ഒരു മിനിറ്റ് ശ്രീമതി ജയാവി, എന്റെ ചോദ്യം എന്താണ്? ബാക്കി എല്ലാവരെയും പോലെയല്ല ബി ജെ പി നേതാക്കൾ വരുന്നത് കേന്ദ്രത്തിന്റെ പ്രതിനിധികളായിട്ടാണ് വരുന്നത്. കേന്ദ്രം വിചാരിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാൻ കഴിയും. അവർ മിണ്ടാത്തവരാണ്, അതുകൊണ്ട് മിണ്ടു കേന്ദ്രമേ എന്ന് പറയണം അവിടെ പോയി എന്ന് നിങ്ങൾ പറയണം അവരോട്. അവർ ബാക്കിയെല്ലാ നേതാക്കളെ പോലെ അല്ല. അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പാർലമെന്റിൽ പോയിട്ടുണ്ട്. 2019 പാർലമെന്റിൽ ഞങ്ങൾ സമരത്തിനായിട്ട് പോയിട്ടുള്ളവരാണ് ആശമാര്. അപ്പം ഞങ്ങൾ അവരോടും പറയാതിരുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞ 2019 പാർലമെന്റ് ഞങ്ങൾ സമരമായിട്ട് പോയിട്ടുള്ളവരാണ്. അപ്പം ഇവിടെ മാത്രമല്ല, ഞങ്ങൾ അങ്ങനെ പാർലമെന്റിലും പോയിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ ഒരു കൊടിക്കീഴിലല്ല ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾ സമരം ചെയ്യുന്നത് ഞങ്ങളുടെ ആവശ്യമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ റെജി ലൂക്കോസ് നിങ്ങൾ സുരേഷ് ഗോപിയുടെ വരവ് പറഞ്ഞ അവരുടെ സമരത്തെ റദ്ദാക്കുകയാണെങ്കിൽ ഇവിടെ കേന്ദ്രം ഫണ്ട് തരുന്നില്ലെന്നാണല്ലോ നമ്മുടെ വാദം, അല്ലേ റെജി ലൂക്കോസ്? ഫണ്ട് തരാത്ത കേന്ദ്രത്തിലെ കേന്ദ്രമന്ത്രിമാർ ഇൻവെസ്റ്റർ മീറ്റിന് പരവതാനി വിരിച്ച് നമ്മൾ സ്വീകരിച്ചില്ലേ? പ്രശ്നം ഉണ്ടായിരുന്നോ റെജി ലൂക്കോസ്? പ്രശ്നം ഉണ്ടായിരുന്നോ? ഇവിടെ ഇ പി ജയരാജൻ എന്ന് പറയുന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് ഇവിടെ പ്രകാശ് ജാവദേക്കർ പോയില്ലേ? നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. അത് പ്രശ്നമാണ് ഇതുവരെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ? അതിന്റെ പേരിൽ ഇ പിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് സുരേഷ് ഗോപി വന്നതിന്റെ പേരിൽ ആ പാവങ്ങളെ അങ്ങ് അധിക്ഷേപിച്ച് റദ്ദാക്കല്ലേ സമരത്തെ റെജി ലൂക്കോസ്? അല്ല ഇ പി ജയരാജൻ എവിടെയെങ്കിലും സമരപ്പന്തലിൽ ഇരിക്കുമ്പോഴാണോ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനായിട്ട് പ്രകാശ് ജാവദേക്കറോട് ചെന്ന്? ഇ പി ജയരാജന്റെ വീട്ടിലോട്ട് യാതൊരു ഭരണ ഉത്തരവാദിത്വവും ഇല്ലാത്ത CPM സംസ്ഥാന സമിതിയുടെ വീട്ടിലോട്ട് RSS നേതാവ് പോവാ. റെജി ലൂക്കോസ് RSS നേതാവ് പോവാ. തെറ്റിപ്പോയി ആരെങ്കിലും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അല്ലേ? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് അല്ലേ? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം പണം തരാത്ത കേന്ദ്രത്തിന്റെ കേന്ദ്രമന്ത്രിയാ? ആണേ ഫണ്ട് തരാത്ത കേന്ദ്രത്തിന്റെ കേന്ദ്രമന്ത്രിമാർക്ക് നമ്മുടെ ഇൻവെസ്റ്റർ മീറ്റിൽ പച്ചപ്പറവാദി വിരിച്ചില്ലേ റെജി ലൂക്കോസ്? അങ്ങനെ അത് പ്രശ്നമുണ്ടോ? നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിക്കും, ഇന്ത്യൻ രാഷ്ട്രപതിയെ ശ്രമിക്കും. അല്ലല്ല, ആ വാദഗതി എന്ത് ലോജിക്കായി പറഞ്ഞത്? സുരേഷ് ഗോപി എവിടെയാ പോയേ? കേന്ദ്ര സർക്കാർ പൈസ കൊടുക്കാത്തതിന് പേരിൽ ഈ കേരള സർക്കാരിനെ പഴിച്ചുകൊണ്ട് സമരം നടത്തുന്ന സമരപന്തലിൽ കേന്ദ്ര സഹമന്ത്രിയായി കേന്ദ്ര സർക്കാർ പണം തരാത്തതിന് പേരിൽ നാഴിക നാളുകൾ നമ്മൾ കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതേ കേന്ദ്രമന്ത്രിമാർ നമ്മൾ ക്ഷണിച്ചിട്ടില്ലേ? അതേ കേന്ദ്രമന്ത്രിമാർ അവിടെ വന്നില്ലേ? അതേ കേന്ദ്രമന്ത്രി ഇൻവെസ്റ്റ്മെന്റ് വിജയമായി കണക്കാക്കപ്പെട്ടില്ലേ റെജി ലൂക്കോസ്? അപ്പൊ ഈ പാവങ്ങളുടെ സമരപ്പന്തലിലേക്ക് സുരേഷ് ഗോപി അങ്ങോട്ടും 4 കുട മേടിച്ചു കൊടുത്താൽ മഹാപിഴവ്, മഹാപരാധം അല്ലേ? ജയ പറഞ്ഞു പൂർത്തിയാക്കൂ. അല്ലല്ല ഒരു മിനിറ്റ് ജയ പറഞ്ഞു പൂർത്തിയാക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ റെജി ലൂക്കോസ് സാർ പറഞ്ഞു കേരള സർക്കാരിന്റെ വിജയമാണ്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനെ കൊണ്ട് എറണാകുളത്തെ സബ്മിറ്റിനകത്ത് കൊണ്ടുവന്ന് പ്രഖ്യാപനം നടത്തി കേരള സർക്കാരിന്റെ കഴിവാണ്. ലക്ഷ്മി, ഒരു തർക്കക്കാരൻ ഞാനല്ലെന്ന് പറഞ്ഞല്ലോ.
സുരേഷ് ഗോപി ഒന്ന് വന്നപ്പോഴേക്കും സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തൽ നിന്ന് പോയപ്പോഴേക്കും അവരുടെ സമരം മഹാപരാധമാണെന്ന് പറഞ്ഞ ഈ സർക്കാർ, ഈ പാർട്ടി ഭരിക്കുന്ന സർക്കാരിന്റെ ഈ പറഞ്ഞ സബ്മിറ്റിൽ ഇതേ ഫണ്ട് തരാത്ത കേന്ദ്രത്തിന് മന്ത്രിമാരാ വന്നേ അല്ലേ? എന്നിട്ട് അത് വിജയം എന്ന് പറയുന്നു റജി ലൂക്കോസ്. ജയ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. തീർച്ചയായിട്ടും അത് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതിനാണ് മലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇ പി ജയരാജന് ഇവിടെ പ്രകാശ് ജാവദേക്കർ പോയി തെറ്റെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടോ? ഇ പിക്ക് എന്തെങ്കിലും നടപടി ഉണ്ടോ? ഇല്ലല്ലോ. ഇതിന് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് റജി, ഇരട്ടത്താപ്പ്. ഡബിൾ സ്റ്റാൻഡ്. സമരപ്പന്തൽ ഇരുന്നപ്പോഴാണോ ജാവദേക്കർ എന്നത്? എന്നാ പിന്നെ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു. അല്ല, അതാ പറയുന്നത്. ഒരു കേന്ദ്രമന്ത്രി അല്ലാത്ത ഒരാൾ യാതൊരുവിധ അധികാര സ്ഥാനത്തും ഇല്ലാത്ത ഒരാൾ, ബി ജെ പിയുടെ സംഘടനാ ചുമതല മാത്രമുള്ള ഒരാൾ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് വീട്ടിൽ പോവാ ചായ കുടിക്കാൻ. സി പി എമ്മിന് ഒറ്റ പ്രശ്നമില്ല. ഓക്കെ, വിട്ടേക്കു. ജയ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അതെ, അതെ, ചർച്ചയ്ക്കായിട്ട് ഞങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ സമരം ഇരുന്ന് 6-ാം ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്കായിട്ട് വിളിച്ചു. എങ്ങനെയാ പറഞ്ഞത്? ഫണ്ടില്ല, ധനകാര്യ വകുപ്പുമായിട്ട് ചർച്ച ചെയ്തിട്ട് പറയാന്ന്. ഇതുവരെയും അങ്ങനെ മറുപടി ഞങ്ങൾക്ക് കിട്ടി. ധനകാര്യ വകുപ്പുമായിട്ട് ചർച്ച ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഞങ്ങൾ ഇവിടെ സമരത്തിന് ഇരിക്കുമ്പോൾ 9-ാം ദിവസം PSCയിലെ മെമ്പേഴ്സിന് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുത്തു. അപ്പൊ സാധാരണക്കാർക്ക് കഞ്ഞി വെക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് കരയുന്ന സ്ഥാനത്ത് ഞങ്ങളുടെ സമരവുമായിട്ട് ഇരിക്കുമ്പോൾ 9-ാം ദിവസം എങ്ങനെ ഈ PSCയുടെ മെമ്പേഴ്സിന് ഇത്രയും പൈസ കൂട്ടിക്കൊടുത്തു? അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടേ. മനുഷ്യരെന്ന് പറഞ്ഞ് മനുഷ്യരെ കാണുന്ന നമ്മുടെ ഗവൺമെന്റ് നമ്മളെ ഒന്ന് പരിഗണിക്കേണ്ടതായിരുന്നു. അതായത് 2021 അവരെ ഭരണത്തിലേക്ക് കയറുവാൻ വേണ്ടി പ്രകടന പത്രിക കൊടുക്കുമ്പോൾ ദിവസക്കൂലിയായി 700 രൂപ വെച്ച് ആശമാർക്ക് നൽകുമെന്ന് പറഞ്ഞതല്ലേ? എന്തുകൊണ്ട് ആശമാർക്ക് ആ പൈസ തന്നില്ല? അതുകൊണ്ടല്ല ഇത്രയും 4 വർഷത്തോളം ഞങ്ങൾ കാത്തിരുന്നു. അതിന് ഞങ്ങൾക്ക് ഒരു മറുപടിയും വരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് സമരവുമായിട്ട് വരേണ്ടി വന്നത്. പിന്നെ പറഞ്ഞു കേന്ദ്രവും കേരളവും, അത് തന്നെയാണ് ഞങ്ങൾക്ക് 60% 40% കേന്ദ്രവുമായിട്ടാണ് ഫണ്ട് തരുന്നത്. അത് നമ്മളെപ്പോലെ സുഖമായി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വരുന്നവരല്ല. 26 ദിവസമായി ഒരു തെരുവിലിരിക്കുന്നവരാണ്. അവർ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ജയ പറയൂ. 60%, അത് അറിയാം. 60%-വും 40% എന്ന റേഷ്യോയിലാണ് ഞങ്ങൾക്ക് സാലറി ഈ ഓണറേറിയം വരുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അത് ഞാൻ പറഞ്ഞല്ലോ, 2019 പാർലമെന്റ് മാർച്ച് നടത്തിയവരാണ് ഞങ്ങൾ ആശമാര്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ജോലി ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ, അല്ലെങ്കിൽ കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ ഒരു വ്യക്തിയെ അവിടെ ആക്കിയിരിക്കുന്നുവല്ലോ, നമ്മൾ ഒത്തിരി സാലറിയും കൊടുത്തിട്ട്. അപ്പോൾ ഞങ്ങളുടെ വിഷയങ്ങൾ പറയേണ്ടതും ഞങ്ങളെ കാര്യങ്ങൾ ഞങ്ങളല്ലല്ലോ നേരിട്ട് നിന്ന് അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു അധികാരപ്പെട്ട ഒരാളെ വെച്ചിട്ടുണ്ടല്ലോ, ആ പുള്ളിയല്ലേ പറയേണ്ടത് ഇതൊക്കെ. അപ്പോഴേ ഇത് ഞാൻ പറയുന്നത്, ഞങ്ങൾ ചർച്ചയ്ക്ക് പോയപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളടുത്തോട് പറഞ്ഞത്. എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇതുവരെയും പൈസ, ഞങ്ങൾക്ക് ഒരു നല്ലൊരു വാക്ക് ആരോഗ്യമന്ത്രി ഞങ്ങളോട് വിളിച്ച് പറയുക ചെയ്തില്ലല്ലോ. ഞങ്ങൾ ഇത്രയും ദിവസം, ഈ 26 ദിവസവും ഈ മഴയും വെയിലും കൊണ്ട് അവിടെ സ്ത്രീകളാണല്ലോ അവിടെ ഈ കിടക്കുന്നത്. സ്ത്രീകളോട് ഒരു അല്പ പരിഗണന, സ്ത്രീ ഗവൺമെന്റ്, സ്ത്രീപക്ഷ ഗവൺമെന്റ് എന്ന് പറയുകയും സ്ത്രീകളെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെ ഞങ്ങൾ അംഗീകരിക്കും സ്ത്രീപക്ഷ ഗവൺമെന്റ് ആണെന്ന്? അത് പ്രവൃത്തിയാൽ കാണിക്കണ്ടേ? ഞങ്ങൾ ഇത്രയും ഈ സ്ത്രീകൾ 40 വയസ്സിന് മേളിലോട്ടുള്ള സ്ത്രീകളാണ് അവിടെ ഉള്ളത് ഭൂരിഭാഗവും. അപ്പോൾ ആ സ്ത്രീകളുടെ വേദന എന്തുകൊണ്ട് ഗവൺമെന്റ് കാണുന്നില്ല? ഞങ്ങളുടെ വേദനകളും പ്രശ്നങ്ങളും എന്തുകൊണ്ട് കാണില്ല? സ്ത്രീപക്ഷ ഗവൺമെന്റ് എന്നല്ലേ പറയുന്നത്. ഞങ്ങൾ ഒരു ഗവൺമെന്റിനെയും പഴിചാരുന്നതല്ല, പക്ഷെ ഞങ്ങളുടെ അവസ്ഥകളായതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു. ഇത് പോട്ടെ, ഇത് സ്ത്രീപക്ഷം പോട്ടെ, ഇടതുപക്ഷം പോട്ടെ, അടിസ്ഥാന വർഗം പോട്ടെ, എല്ലാ ഇസങ്ങളും പക്ഷങ്ങളും പോട്ടെ. ബേസിക് മനുഷ്യരാണെന്ന് അവരോട് കൊടുക്കണ്ടേ? ബേസിക് മനുഷ്യരാണെന്ന് അവരോട് കൊടുക്കണ്ടേ? പാവം സ്ത്രീകളാണെന്ന് അവരോട് കൊടുക്കണ്ടേ? പ്രായമുള്ള അമ്മമാരെ കൂട്ടത്തിലാണെന്ന് അവരോട് കൊടുക്കണ്ടേ? ഒരു പരിഗണനയും കൊടുക്കാത്ത ഇടതുപക്ഷ സർക്കാർ, എന്ത് ഇടതുപക്ഷ സർക്കാർ സാറേ അത്? ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിന്റെ വീട്ടിൽ ഇവര് ചെന്നപ്പോൾ അവരുടെ ഭർത്താവ് അവരെ ഇറക്കി വിട്ടെന്ന് അതൊക്കെ അവിടെ നിൽക്കട്ടെ സാറേ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താ? 232 രൂപ ഇവർ പറയുന്ന ആവശ്യം 700 രൂപ കൊടുക്കാവുന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ് കൊടുക്കാൻ ഈ സർക്കാർ ബാധ്യതയുണ്ടോ എന്നുള്ളതാണ്. 700 രൂപ കൊടുക്കാവുന്ന പ്രകടന പത്രികയിൽ വാഗ്ദാനം പറഞ്ഞ സർക്കാർ 10,000 രൂപ വേണം ഇളവനെങ്കിലും ആവശ്യപ്പെട്ട സർക്കാരിന്റെ ഭാഗം ആവശ്യപ്പെട്ട സർക്കാർ അത് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ചോദ്യം. കൊടുക്കാനുള്ള പണമില്ലെങ്കിൽ വിളിച്ചിരുത്തി സംസാരിക്കുമെന്നാണ് ചോദ്യം. ബാക്കി ഈ പറഞ്ഞ ജാഗ്രത, ബാക്കി പറഞ്ഞ PR മാധ്യമപ്രവർത്തകർ ഉടായ്പൊക്കെ വെച്ചാൽ മതി, പ്രശ്നം അതല്ല. ഇവിടെ പ്രേക്ഷകർ 26 ദിവസമാണ്, ഒന്നല്ല 26 ദിവസമാണ് കുറച്ച് പാവം അമ്മമാർ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ ഈ പറയുന്ന രീതിയിൽ കൊടും വെയിലത്ത്, മഴയത്ത്, കൊതുകുകടി കൊണ്ട് രോഗത്തിന്റെ ഭീഷണിയിലൊക്കെ
അമ്മമാരടക്കം പ്രായമുള്ളവരടക്കം അവിടെ സമരം ഇരിക്കുന്നത്. നമ്മൾ ഇക്കാലം അത്രയും കേട്ടത് അങ്ങേയറ്റം വൃത്തികെട്ട വാക്കുകൾ, ഭർസനങ്ങൾ, ചാപ്പയടിക്കൽ, ജമാഅത്തെ ഇസ്ലാമി SDP എന്ന ചാപ്പയടിക്കലൊക്കെ നമ്മൾ കേട്ടു. അതിനെ അത് ശരിയെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ട് ഈ പറഞ്ഞ ആശമാരുടെ സമരത്തെ ഓടിക്കാൻ ഇറങ്ങുന്ന കാണ്ടാം ഫേസ്ബുക്കിലൊക്കെ കാവ്യം ചമയ്ക്കുന്നവർ ഓർക്കണം, നിങ്ങൾ തള്ളിപ്പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അള്ളുവെക്കുന്നത് ദിവസം 232 രൂപ ശമ്പളം വാങ്ങുന്നവർ അത് കൂടുതൽ വേണം എന്ന് പറയുന്നവരാണ്. 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങി നിങ്ങൾ ഫേസ്ബുക്കിൽ നള്ളുവെക്കാൻ നോക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലത്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.